പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ
വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവർ, തിരിച്ചു വരാൻ പോകുന്നവർ, നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. ആശുപത്രി കിടക്കുന്ന രോഗികളെ, രോഗം ഇതുവരെ പിടികിട്ടാത്തവർ, പലതരത്തിലുള്ള നീണ്ട ഐസിയുവിലും നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവർ, സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവർ, വന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മദൈവ മാതാവ് ആശീർവദിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങളിൽ പെട്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ ഇപ്പോൾ ഇവിടെ ഞാൻ 2010 വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയി. അപ്പോൾ ജോർദാനിൽ ഇറങ്ങി ജോർദാൻ്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രയേലിൻ്റെ അതിർത്തിയിലേക്ക് പോകാനുള്ള യാത്രയാണ്. അപ്പോൾ മൊവാബ് മലയുടെ മുകളിൽ വന്ന് മൊവാബ് മലയുടെ താഴ്വരകളിൽ ആണ് മോസസിനെ അടക്കിയിരിക്കുന്നത്. എവിടെയാണെന്ന് അടക്കിയിരിക്കണമെന്ന് അറിയത്തില്ല. താഴ്വരയിൽ എവിടെയാണ് ഇന്നും കണ്ടുപിടിച്ചിട്ടില്ല മോസസിൻ്റെ ശവകുടീരം. അപ്പോൾ അവിടെ പക്ഷേ ഈ മൊവാബിൻ്റെ മലയിൽ, ആ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് നോക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ വാഗ്ദാന നാട് കാണാം നമുക്ക്. മോസസ് അവിടെ നിന്നാണ് വാഗ്ദാന നാട് കണ്ടത്. അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്ത് വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കാൻ ഒത്തില്ല. പക്ഷെ അവിടെ വെച്ച് ആ മൊവാബിൻ്റെ ആ മരുഭൂമി പ്രദേശത്ത് വെച്ച് ഒത്തിരി പേര് ഈ ആഗ്നേയ സർപ്പങ്ങൾ കൊത്തി, അതെല്ലാം മോഹാലസ്യപ്പെട്ടു. കുറേ പേര് മരിച്ചു, കുറേ പേര് മോഹാലസ്യപ്പെട്ടു. ഈ മോഹാലസ്യപ്പെട്ടവരെല്ലാം മോസസ് കണ്ണീരോടെ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞു, ആഗ്നേയ സർപ്പങ്ങൾ, മരുഭൂമിയിലെ തീപ്പാമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അണലിയാണ് സാധനം. അതിങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ ബാനുവൽ പ്ലാന്റൊക്കെ കാണാം. അതിങ്ങനെ ഉടൽ കൊണ്ട് ഇങ്ങനെ വിറപ്പിച്ച് അത് മണ്ണിൽ പൂണ്ടിരിക്കും. മണ്ണ് വന്നുമ്പോൾ അതിൻ്റെ മൂക്ക് കാണുന്ന മാത്രം ഇതിൻ്റെ മുകളിൽ കാണും. മണ്ണിൻ്റെ നിറമായതുകൊണ്ട് നമ്മൾ കാണത്തില്ല. നമ്മൾ അടുത്തേൽ പ്രാണികൾ പക്ഷികളൊക്കെ ചെല്ലുമ്പോൾ അത് പിടിച്ച് തിന്നും. മനുഷ്യരാണെങ്കിൽ അതിനെ കൊത്തും. ആഗ്നേയ സർപ്പങ്ങളിങ്ങനെ ഇവരെല്ലാം കൊത്തി. അപ്പം നേരത്തെയും ഈ ആഗ്നേയ സർപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ കൊത്തിയിട്ടില്ലായിരുന്നു. ഇവർ ദൈവത്തിനെതിരെ പിറുപിറുത്ത ആൾക്കാരെയാണ് കൊത്തിയത്. കുറേ പേര് മരിച്ചുപോയി, കുറേ പേര് മോഹാലസ്യപ്പെട്ട്. മോസസിന് മനസ്സിലായി ഇത് അവസാനം വാഗ്ദാനമായിട്ട് ചെല്ലുമ്പോൾ ആളുണ്ടാകത്തില്ലെന്ന്. മോസസ് സങ്കടത്തോട് ദൈവത്തോട് പറഞ്ഞു, ആഗ്നേയ സർപ്പം ഒത്തിരി പേര് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ മോസസ് മനസ്സിലായി ഇനി ദൈവക്രോധമാണ് വന്നിരിക്കണത്, പിറുപിറുത്തന്മാരെല്ലാം തട്ട് കിട്ടുമെന്നുള്ള മോസസിന് ഉറപ്പായി. അപ്പോൾ മോസസ് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എന്നെ നീ കൊന്നേര്, ഈ ജനങ്ങളെ ഇവിടെ മരുഭൂമി നമ്മൾ രക്ഷയുടെ നാട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞല്ല നീ എൻ്റെ നേതാവാക്കിയത്. അവസാനം നിന്നെ ആക്ഷേപിക്കുകയും ചെയ്യണം. ഞാൻ പിന്നെ ജീവിതത്തിൻ്റെ കാര്യമില്ലെന്നൊക്കെ മോസസ് ദൈവത്തോട് ഇങ്ങനെ ഇൻട്രാക്ട് സംസാരിക്കും. അപ്പോൾ മോസസിനോട് പറയും, നീ ഒരു പണി ചെയ്യും, ഒരു പിത്തള കൊണ്ടൊരു സർപ്പം ഉണ്ടാക്കുക. സർപ്പദംശനമേറ്റ ആൾക്കാർ അതിനെ കാണുമ്പോൾ അതൊരു വടിയിൽ ഉയർത്തി നിർത്തണം. അതിനെ കണ്ടാൽ സർപ്പദംശനം വന്ന ആൾക്കാർ രക്ഷഭാഗ്യം ഒരു മീഡിയ ഉപയോഗിച്ചതാണ്. ദൈവത്തിന് വേണമെങ്കിൽ സാരമില്ല, ഞാൻ കൽപ്പിക്കുന്നു, ദംശനമേറ്റ ആൾക്കാരെല്ലാം ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജീവിക്കാനേ ഉള്ളൂ. അപ്പം ദൈവം അവിടെ ഒരു ദൃശ്യമായ മനുഷ്യനെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ദൃശ്യമായൊരു അടയാളങ്ങൾ കാണിച്ചു. ഇപ്പം നമ്മൾ കാശുരോഗം ധരിക്കണ ആ ഉദ്ദേശത്തിലാണ്. ഒരു അടയാളമായിട്ടാണ്, വിശ്വാസത്തിൻ്റെ അടയാളം. വിശ്വാസത്തിൻ്റെ പലതരത്തിലുള്ള അടയാളങ്ങളുണ്ട്, അതിൽ ഒരു അടയാളമാണിത്. അവിടെ പക്ഷേ ഇത് അതിമനോഹരമായിട്ട് കുരിശേര്, ഈ പാമ്പ് ബ്രാസ് കൊണ്ട്, പിത്തള കൊണ്ട് ഒരു വലിയ പാമ്പ് ഈ കുരിശേൽ ഇങ്ങനെ പൊളഞ്ഞ് മറിഞ്ഞ് കിടക്കണത് അവിടെ ഒരു ഭയങ്കര രൂപമുണ്ട്. നമ്മൾ യൂട്യൂബിൽ അടിച്ചാൽ മനസ്സിലാക്കി കാണാൻ പറ്റും. നല്ല രസമാണ്.
അതിൻ്റെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് മോശം മരിക്കുകയും ചെയ്യും, മോശത്തിന് ആ താഴ്വര അടക്കുകയും ചെയ്യും. പിന്നെ ജോഷുവയാണ് ഇവരെയും കൊണ്ട് പടിഞ്ഞോട്ട് പോണത്. പടിഞ്ഞോട്ട് പോകുമ്പോൾ ജോഷുവ കുറേ എങ്ങനെ ചത്തുകെട്ട് തീർന്നേ. പിറുപിറുത്തവന്മാരെല്ലാം, ദൈവിക പദ്ധതിക്കെതിരെ പിറുപിറുത്തവന്മാരെല്ലാം 40 കൊല്ലമായിട്ട് ഇവർ അതായത് അശുദ്ധ രക്തം ഒഴുകിപ്പോകാൻ ദൈവം എടുത്ത സമയമാണ് 40 കൊല്ലം. അവിശ്വസ്തത രക്തം ഉള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് പോകാൻ വേണ്ടിയാണ് 40 കൊല്ലം എടുത്തത്. കാരണം ഇവരുടെ കുഴിമാടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈജിപ്റ്റ് വരെയാണ് കുഴിമാടങ്ങൾ. എബ്രായർ 3:16-17 വചനങ്ങൾ. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മല്ലടിച്ചു. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ? അവരുമായല്ലേ അവർ 40 വത്സരം മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചത്? അപ്പോൾ ഈജിപ്റ്റ് മുതൽ ഇസ്രായേൽ വരെ ശൗര്യങ്ങളാണ് അവരുടെ. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവസാനം ഫിൽട്ടർ ചെയ്തിട്ട് ലാസ്റ്റ് ഫിൽട്ടറിങ് വരുന്നുണ്ട്. എന്താ പറയുന്നത്? അത് ജോഷുവയുടെ ഫിൽട്ടറാണ്. ജോർദാൻ നദി കടന്നു കഴിയുമ്പോഴും വീണ്ടും ഫിൽട്ടറിങ് വരികയാണ്. എന്താ പറയണത്? നമ്മൾ ജോർദാനിലേക്ക് കടക്കാൻ പോവുകയാണ്. വാഗ്ദാന പേടകം ജോർദാൻ കടന്നിക്കരെ എത്തിയിരിക്കുന്നു. ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാന പേടകം 40 വർഷത്തെ യാത്ര, നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ച യാത്ര ഇവിടെ പരിസമാപ്തിയാകുകയാണ്. എനിക്ക് നിങ്ങളോട് ലാസ്റ്റായിട്ട് ഒന്നേ പറയാനുള്ളൂ. ദൈവത്തിന് അവിശ്വസ്ത കാണിച്ചവരുടെ കുഴിമാടങ്ങളാണ് അവിടെ നിമിടം വരെ ഒരു വഴിക്കല്ല് പോലെ കിടക്കുന്നത്. ഇപ്പോൾ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും നിങ്ങൾക്ക് പിതാക്കന്മാരെ പോലെ മല്ലടിച്ച് നദിക്കക്കരെയുള്ള ദേവന്മാരുടെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തീരുമാനമെടുക്കണം. വാഗ്ദാന നാട്ടിൽ നിങ്ങൾക്ക് സ്പേസ് ഇല്ലെന്ന് പറയും. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാനിക്കും. അവ ലാസ്റ്റ് ഫിൽട്ടറിങ് ആണത്. കാരണം ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും വിശ്വസ്തോടും മാത്രമേ വാഗ്ദാനം പ്രാപിക്കത്തുള്ളൂ. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് വെച്ചാൽ ഇന്ന് തന്നെ തീരുമാനിക്കുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇതാണ്, അതായത് ലാസ്റ്റ് നിമിഷം വരെ വിശ്വസ്തത വാഗ്ദാനം പാലിക്കുമ്പോൾ വാഗ്ദാനത്തെ വിശ്വസ്ത കാണിക്കാത്ത ആൾക്കാരുടെ ശവകുടീരങ്ങളാണ് ഉടമ്പടിയുടെ വഴികളിൽ നില കിടക്കുന്നത്. നിങ്ങൾക്ക് ഉടമ്പടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഉടമ്പടിയിൽ വിശ്വസ്ത പാലിക്കാതിരുന്നവരുടെ നിയോഗങ്ങളുടെ ചത്തുമലർന്നിരിക്കണം നമുക്ക് കാണാം അറ്റം വരെ. നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിലും വിശ്വസ്തരാകുക, അല്ലെങ്കിൽ ഉടമ്പടി അവസാനിപ്പിക്കുക. ഇപ്പോൾ എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്തരാകാൻ വേണ്ടി നമ്മൾ വാഗ്ദാനം എപ്പോഴും പ്രാപിക്കുന്നത് വിശ്വസ്തയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അത് നമ്മൾ പറയുന്ന ഈ 6 കാര്യം മാത്രമായിരിക്കത്തില്ല. ദൈവത്തിന് മനസ്സിടങ്ങി, ദൈവത്തിന് പ്രിയങ്കരനായി, ദൈവത്തിന് വിലപ്പെട്ടവനായി, ദൈവത്തിന് ബഹുമാനായി ഒരാൾ തോന്നിയാൽ ദൈവം ഓരോ നിമിഷവും നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് തന്നെ തോന്നും ദൈവം എന്നെ പ്രിയങ്കരൻ, എനിക്ക് ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. കാര്യം A to Z കാര്യങ്ങൾ ദൈവം ഇടപെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിക്കൊണ്ട് എന്നെ ഈ അൾത്താരിൽ സാക്ഷ്യം പറയാൻ നിർത്തിയ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് രമ്യ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. 2021 നവംബർ 29 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത്. ഉടമ്പടി എടുക്കാൻ ഇതെൻ്റെ 17ാമത്തെ ഉടമ്പടി പുതുക്കൽ മെയ് മാസത്തിൽ കഴിഞ്ഞു. ഉടമ്പടി ഒരു 4 വർഷത്തോളമായി ഉടമ്പടി ജീവിതത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇവിടെ ഞാൻ വിടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. 2019 ജൂൺ മാസത്തിൽ എൻ്റെ മകളുടെ ഡെലിവറിയോടനുബന്ധിച്ചാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത്
ആണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായി അറിയുന്നത്. മോൾക്കൊരു ഞാൻ പ്രഗ്നൻ്റ് ആയ ഒരു 8 മാസം ആയപ്പോഴും എമർജൻസി ഒരു ദിവസം ചെക്കപ്പിന് പോയപ്പോഴാണ് എമർജൻസി സിസേറിയൻ വേണമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആക്കിയത്. അങ്ങനെ മോൾക്ക് 1.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 8-ാം മാസത്തിലാണ് പ്രസവിച്ചത്. പിന്നെ 1 മാസത്തോളം NICUവിലായിരുന്നു. അതിനിടയിലാണ് NICUവിൽ വെന്റിലേറ്ററിലായിരുന്നു മോള്. അതിനിടയിലാണ് മോൾക്ക് കാരിയോടൈപ്പിംഗ് എന്ന ജനറ്റിക് സ്റ്റഡി, ജനിതക വൈകല്യമുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് പ്രഗ്നൻസി സമയത്ത് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ഒരു വൈകല്യവും അതിലും കണ്ടുപിടിച്ചിരുന്നില്ല. പക്ഷേ ജനിച്ച ശേഷമാണ് മോൾക്ക് ഡൗൺ സിൻഡ്രോം എന്ന ജനിതക വൈകല്യം ഉണ്ടെന്ന് അറിയാൻ സാധിച്ചത്. 1 മാസത്തോളം NICUവിലായിരുന്നു മോൾ. അന്നാണ് ആദ്യമായിട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ സിസ്റ്റർമാർ, NICUവിലുള്ള സിസ്റ്റർമാരാണ് എനിക്ക് ആദ്യമായി കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞ് പത്രം തരുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ മോളുടെ നെറ്റിയിൽ ഉടമ്പടി തൈലം പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ എനിക്ക് തരികയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റിയും മാതാവിനെ പറ്റിയും എല്ലാം അറിയുന്നത്. മോൾക്ക് 1 മാസത്തിന് ശേഷം ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുപോയി. അന്ന് മുതൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയെല്ലാം ചൊല്ലാൻ തുടങ്ങിയിരുന്നു. പിന്നെ മോൾക്ക് ഒരു 6 മാസത്തോളം മോളെ പുറത്ത് കൊണ്ടുപോവുകയൊന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ഫ്രീ ടൈം ആയിരുന്നുകൊണ്ട്, അങ്ങനെ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരാനോ ഉടമ്പടി എടുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് 2020 ആയപ്പോഴേക്കും മോൾക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ലോക്ക്ഡൗൺ ആയി, കൊറോണയായി, ലോക്ക്ഡൗൺ ആയി. അതിനുശേഷം ഇവിടെ 2020 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നുണ്ടായി. അതിനുശേഷം 2021 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് അന്നാണ് 2021 നവംബറിലാണ് ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മോളുടെ മൈൽ സ്റ്റോൺസ്, അതായത് കമിഴിൽ, മറയിൽ, അങ്ങനെ എല്ലാ മൈൽ സ്റ്റോൺസ് എല്ലാം ഭയങ്കര ഡിലേ ആയിരുന്നു. ഉടമ്പടി സമർപ്പിച്ചതിന് ശേഷം 2.5 വയസ്സായി. ആ സമയത്താണ് ഉടമ്പടി സമർപ്പിക്കുന്നത്. മോളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചത് അന്നാണ്. അതിനുശേഷമാണ് മോൾ നടക്കാൻ തുടങ്ങിയത്. പിന്നെ മോളുടെ ജീവിതത്തിൽ ഓരോ മൈൽ സ്റ്റോൺസ് എല്ലാം കുറേശ്ശെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഇത് എൻ്റെ 8ാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് വേറെ കുറേ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് 7 സാക്ഷ്യങ്ങളായി. എനിക്ക് ഗവൺമെൻറ് ജോബ് ലഭിച്ചത്, അതിന് ട്രാൻസ്ഫർ ലഭിച്ചത്, അതേപോലെ എൻ്റെ ബ്രദറിന് ഗൾഫിൽ നിന്ന് വരാൻ 1 വർഷത്തോളം വളരെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് ലഭിച്ചത്. അങ്ങനെ വളരെയധികം ചേച്ചിയുടെ മക്കളുടെ പരീക്ഷ വിജയം, അങ്ങനെ കുറേ വളരെയധികം നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചതെല്ലാം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 7 സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉടമ്പടി ജീവിതം അന്നു മുതൽ 2021 മുതൽ മുടങ്ങാതെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഉടമ്പടി ജീവിതം തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസം തോറും ദിവ്യബലിയിൽ പങ്കെടുത്ത് ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടാണ് പോകുന്നത്. മോളുടെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടായ സാക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ 2026 ജനുവരിയിൽ മോൾക്ക് ഇടയ്ക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ അന്നത്തെ സമയം മോൾക്ക് ഇൻഫെക്ഷൻ കൂടി. എക്സ്റേ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം. എക്സ്റേയിൽ നല്ല കബമുണ്ട്, ചെസ്റ്റിൽ ലങ്സിൽ കബമുണ്ട്, ബ്ലഡ് ടെസ്റ്റിലും കുറേ വേരിയേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഡ്മിറ്റ് ആക്കണം എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ദിവ്യബലിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നതുകൊണ്ട് എനിക്ക് മോളെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അത് ദിവ്യബലി മുടങ്ങും എന്നുള്ളൊരു, പിന്നെ അതേപോലെ പ്രാർത്ഥനയെല്ലാം തടസ്സം വരുന്നൊരു അത് ഞാൻ മാതാവിനോട് സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ലൈറ്റൊക്കെ നേർച്ച വസ്തുക്കൾ വെച്ചാൽ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശു വരച്ച് ചെസ്റ്റിലും നെറ്റിയിലെല്ലാം കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉപയോഗിക്കുന്നതിന് ഫലമായി മാത്രമല്ല ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി മോൾക്ക് അഡ്മിഷൻ ആവാതെ തന്നെ പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മാതാവിന് തിരുകുമാരനും കോടാനുകൂടി നന്ദി. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് മോൾക്ക് കഴിഞ്ഞ ആഴ്ച മോൾ ഉറങ്ങുന്നതിനിടയിൽ ചെറിയൊരു ബ്ലിസ്റ്റർ ബീറ്റിൽ എന്നൊരു പ്രാണി മോളുടെ കണ്ണിന് മുകളിൽ കടിക്കുകയുണ്ടായി. അത് വളരെ കണ്ണിന് മൊത്തം നീര് വന്ന് ചുവപ്പ് കളറായി അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു. വലത് കണ്ണിൻ്റെ ചുറ്റുമായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഇതാണ് മോളുടെ അന്നത്തെ കണ്ടീഷൻ വരുന്നത്. ഇപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിലും കലാമിൻ ലോഷൻ അങ്ങനെയൊക്കെ പരട്ടിയാൽ മതിയെന്ന്. പക്ഷേ അതൊന്നും പരട്ടിയോണ്ടൊന്നും മോൾക്ക് ഒരു മാറ്റം ഉണ്ടായില്ല, കൂടുകയാണ് ചെയ്തത്. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അവൾക്ക് റൈറ്റ് കണ്ണിൻ്റെ അവിടെ ഒരു പാടും ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പൂർണ്ണമായി മാറി. അവളുടെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടെല്ലാം മാറുകയുണ്ടായി. മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് മോള് ഇത് കുറച്ച് ഹൈപ്പറാണ് ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് സമ്മർ സീസണിലൊക്കെ ഭയങ്കരമായിട്ട് ചൂട് കൂടുമ്പോൾ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആകാറുണ്ട്.
അത് മോളുടെ ആ ജനിതക വൈകല്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ചൂട് കൂടുന്ന സമയങ്ങളിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ സമ്മറിൽ ഒരു ദിവസം അവൾ ഞങ്ങളറിയാതെ ഉറങ്ങുന്നതിനിടയിൽ റൂമിൽ നിന്ന് പോയി ബാത്റൂമിൽ ഡോർ തുറന്ന് പൈപ്പ് വിട്ട് അതിനടിയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ അമ്മ അടുത്ത റൂമിൽ പ്രെയർ കഴിഞ്ഞ് അമ്മ ഉറങ്ങാൻ കിടക്കുന്നതായിരുന്നു. 2 മണി 3 മണി ആയിട്ടുണ്ടാവും. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഒന്ന് വന്ന് നോക്കാൻ തോന്നിയപ്പോൾ വന്ന് നോക്കിയപ്പോൾ മോള് അവിടെ റൂമിൽ കാണാനില്ല. നോക്കിയപ്പോൾ പൈപ്പ് തുറന്ന് ബാത്റൂമിൽ ഇരിക്കുകയായിരുന്നു. ഒരു ബക്കറ്റ് നിറച്ചും വെള്ളം അടുത്തുണ്ടായിരുന്നു. ഒരു അപകടം കൂടാതെ മാതാവാണ് എൻ്റെ മോളെ സംരക്ഷിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ പല പല സന്ദർഭങ്ങളിൽ പല വീഴ്ചകൾ, ഇന്ന് തന്നെ ചെയറിൽ നിന്ന് മറിഞ്ഞിവിടെ വീണു. പക്ഷെ മോൾക്കൊരു കുഴപ്പമില്ലാതെ മാതാവിൻ്റെ കാപ്പയിൽ പോയി സംരക്ഷിക്കുന്നു എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം സ്ഥിരമായി മോൾക്ക് തൈലം വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസം. അതുപോലെ ഉടമ്പടി തേനും ഉപ്പുമെല്ലാം ഭക്ഷണത്തിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ഥിരമായി ഉടമ്പടി വിശ്വസതയോടുകൂടി ജീവിച്ച് ഉടമ്പടി രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും അതുപോലെ എല്ലാം ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ട് ഷെയർ ചെയ്യുക, സാക്ഷ്യം ഷെയർ ചെയ്യുക, ഇങ്ങനെ എല്ലാ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുക, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുക, വചനങ്ങൾ വായിക്കുമ്പോൾ ഓൺലൈൻ ബൈബിൾ വായിച്ച് അതിൽ വചനങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക, ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ ഉടമ്പടി ജീവിതം എല്ലാ നിബന്ധനകളെല്ലാം പാലിച്ച് അതുപോലെ കാരുണ്യപ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും 7 കെട്ട് പത്രം വാങ്ങി തൃശ്ശൂർ ടൗണിൽ ബസ് സ്റ്റോപ്പുകളിൽ പിന്നെ ഓട്ടോ സ്റ്റാൻഡുകളിൽ ഹോസ്പിറ്റലുകളിൽ പോയി ഹോസ്പിറ്റലിലെല്ലാം പേഷ്യൻസിനോടെല്ലാം പറഞ്ഞ് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് എൻ്റെ നിയമങ്ങൾ പറഞ്ഞ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയാനുള്ള സാഹചര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയാണ് പ്രാർത്ഥിച്ചാണ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുർബാനയിൽ പത്രം കൊണ്ട് കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എല്ലാവർക്കും കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. കുറച്ച് പത്രം ഞാൻ ഒരു ഡോക്ടറാണ്, ESIയിലാണ് വർക്ക് ചെയ്യുന്നത്. മാതാവ് തന്ന ജോബും മാതാവ് തന്ന ട്രാൻസ്ഫറൊക്കെയാണ്. ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. വരുന്ന പേഷ്യൻസിനും കുറച്ച് പത്രം എടുത്ത് മാറ്റി വെച്ച് വരുന്ന പേഷ്യൻസിനും നമുക്ക് കാശുരൂപമായിട്ടും വെഞ്ചരിച്ച കാശുരൂപവും പത്രമെല്ലാം സാക്ഷ്യം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അറിയാത്തവരെ അറിയിക്കുന്നതിനും അറിഞ്ഞവരെ ആഴപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്നാൽ ആഴ്ചതോറും അത്താണി പോപ്പോൾ മേസി ഹോം എന്ന ശാരീരികവും മാനസികവുമായ വൈകല്യമുള്ളവരുടെ ഒരു അഭയകേന്ദ്രമാണ്. അവിടുത്തെ അന്തേവാസികളെ പോയി ശുശ്രൂഷിക്കുന്നുണ്ട്. എല്ലാ സൺഡേസിലാണ് ഞങ്ങളൊരു ഗ്രൂപ്പ്, കൃപാസനം പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് വഴി ഒരു വണ്ടി 10, 20, 25 പേരോളം ഒരു വണ്ടി സ്കൂൾ വാനിൽ പോയി അവിടെ പോയി കാരുണ്യപ്രവർത്തി ചെയ്യുക, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ കുളിപ്പിക്കുക എന്നിങ്ങനെ എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുത്ത് എല്ലാ സൺഡേസിലും അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല അത്യാവശ്യം പറ്റുന്ന സമയങ്ങളിൽ വഴിയിലുള്ളവർക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുകയും അതുപോലെ ഒരു പറ്റാവുന്ന എല്ലാ മാസവും ദശാംശം എടുത്ത് ഒരു സ്പെഷ്യൽ സ്കൂളിലൊരു കുട്ടി ഒരു അവിടെയുള്ള ഓർഫനേജിൽ അവിടുത്തെ സ്പെഷ്യൽ സ്കൂൾ അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നുമുണ്ട്. ഉടമ്പടി വന്നതിന് ശേഷം എനിക്ക് ജോബ് ലഭിച്ചതിന് ശേഷം എല്ലാ മാസവും ഇങ്ങനെ ദശാംശം മുടങ്ങാതെ അർഹതപ്പെട്ടവരെ കയ്യിലെത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ദിവസം തോറും എല്ലാ ദിവസവും ഞാൻ ഹിന്ദു ആണ്, എന്നാലും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ദിവ്യബലിയിൽ പങ്കെടുത്ത് എനിക്ക് കുർബാന സ്വീകരിക്കാൻ സാധിക്കില്ലെങ്കിലും അരൂപിയിൽ കുർബാന സ്വീകരിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ജപമാലയും അതുപോലെ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിൾ വായനയും അതുപോലെയുള്ള ബാക്കി എല്ലാ പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു. ഉപവാസ പ്രാർത്ഥന ധ്യാനം കാണുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ കണ്ട് എല്ലാ ധ്യാന ദിവസം കാണാൻ പറ്റില്ലെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ കണ്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കണ്ട് ഷെയർ ചെയ്യുന്നു. വചനങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന വചനങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ അറിയാൻ പറ്റുന്ന മാക്സിമം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മാതാവിനെ അറിയാത്തവരെ അറിയിച്ച് അങ്ങനെ മാതാവ് വഴി ഈശോയിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു സാക്ഷ്യം കൂടി പറയാനുള്ളത്, എൻ്റെ മൊബൈൽ ഒരു ദിവസം ട്രെയിനിൽ വെച്ച് നഷ്ടമായി. ഒരു മാസം മുൻപ് ട്രെയിനിൽ വരുന്ന ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർ വരെ വരുമായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മൂവ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മോള് അതൊക്കെ ഫോൺ എടുത്തൊന്ന് പുറത്തേക്ക് എറിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് ട്രാക്കിൽ വീണു. ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ച ആ മൊബൈൽ ഞാൻ തൃശ്ശൂരെത്തി 1 മണിക്കൂറിനുള്ളിൽ ലഭിച്ചു എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്ത് നിന്ന് റെയിൽവേ പോലീസ് എന്നെ വിളിച്ച് അറിയിക്കുകയാണ് ഉണ്ടായത്. അത് ഞാൻ ദിവസവും ഡെയിലി ബ്രെഡ് കണ്ട്
സാക്ഷ്യം ഷെയർ ചെയ്യുന്നതും ഇതെല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം സ്റ്റാറ്റസൊക്കെ ഷെയർ ചെയ്യുന്ന മൊബൈലാണത്. ഒരു കുഴപ്പം കൂടാതെ ആ മൊബൈൽ എൻ്റെ കയ്യിലിരിക്കുന്നു. ഒരു പോറലോ ഒരു സ്ക്രാച്ചോ ഒന്നും വീഴാതെ ഒരു കുഴപ്പം കൂടാതെ. കാരണം ഇത് വീണതിന് ശേഷം 1.5 മണിക്കൂർ അവിടെ മഴ പെയ്തു എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അന്ന് ഒരു ഉച്ചയോടുകൂടി മൊബൈൽ തിരിച്ചു കിട്ടുകയും ഒരു കുഴപ്പം കൂടാതെ എനിക്ക് ലഭിക്കുകയും ചെയ്തു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഇങ്ങനെ എന്നെ ഉയർത്തിയതിന് കോടാനുകോടി നന്ദി. ഉടമ്പടിയുടെ ഞാൻ പലപ്പോഴും ഉടമ്പടി മാതാവിനോട് നമുക്ക് ഉടമ്പടി ഉണ്ടെങ്കിലും പരീക്ഷണങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമഘട്ടത്തിൽ നിൽക്കുന്ന സമയങ്ങളിലെല്ലാം പലപ്പോഴും മഴവില്ല് രൂപത്തിലും പിന്നെ അതേപോലെ സഞ്ചാരി മാതാവേ വരുന്ന രീതിയിൽ ഏതെങ്കിലും ബസ്സിലോ ഓട്ടോയിലോ അങ്ങനെ എവിടെയെങ്കിലും മാതാവിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ കാശ് രൂപമോ കാണുന്ന രീതിയിൽ എൻ്റെ മുൻപിൽ സഞ്ചാരി മാതാവായിട്ട് ഒരു പ്രതിസന്ധിയുള്ള സമയങ്ങളിൽ കാണാറുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും മാതാവ് ഉണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലാണ് ഞാൻ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മരണം വരെ ഉടമ്പടി ജീവിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉടമ്പടി ജീവിതം ഇതുപോലെ തന്നെ കൂടുതൽ ഇതുപോലെയല്ല കുറച്ചും കൂടി തീക്ഷ്ണമായി മറ്റുള്ളവരെ അറിയിക്കാനും വിശ്വാസത്തിലും മുന്നേറാനും വിചാരിച്ചാണ് ഞാൻ അങ്ങനെയുള്ളൊരു ഉടമ്പടി ജീവിതം തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഉടമ്പടി വഴി നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മളതിൽ നിയോഗങ്ങൾ എഴുതുന്നത് ആദ്യമെല്ലാം ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ചാണ് ഇതാക്കിയിരുന്നത്. പിന്നെ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു ആത്മീയ ജീവിതത്തിൻ്റെയും ദൈവവിശ്വാസത്തിൻ്റെയും എല്ലാം ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നത്. ഈ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പല നിയോഗങ്ങളും നടക്കാറില്ല. അപ്പം അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ നമ്മൾ നടക്കാത്ത നിയോഗങ്ങൾ, നടക്കാത്ത ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദൈവകൃപയ്ക്കും അതുവഴി നിത്യജീവൻ എന്നുള്ളൊരു ലക്ഷ്യമാക്കി ജീവിക്കാനാണ് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിൽ നടക്കുന്ന നമുക്ക് ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയല്ല. അത് മാതാവ് നമുക്ക് തരും. പക്ഷേ നിത്യജീവൻ ലക്ഷ്യമാക്കി ഒരു ദൈവവിശ്വാസത്തിൽ ഒരു ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലുള്ള ഒരു ജീവിതം, സഹജീവികളോട് കരുണ തോന്നാനുള്ള. അപ്പം ഞാൻ തെറാപ്പി സെൻറ്ററിൽ പോകുമ്പോൾ മോളെ അവിടെ ചുറ്റുമുള്ള കുറേ പാരൻസ് മോളെ പോലെ ഉള്ള പലതരം വൈകല്യങ്ങൾ, ഓട്ടിസമായിട്ടും അങ്ങനെയുള്ള കുറേ ഹൈപ്പർ ആക്റ്റീവായ കുറേ കുട്ടികളുണ്ടാവും. അവരുടെ പാരൻസൊക്കെ പുറത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ അവരുടെ വിഷമങ്ങളും അവർക്ക് ആർക്കും മാതാവിനെ അറിയാത്തവരുണ്ട്, അറിഞ്ഞു വരാൻ പറ്റാത്തവരുണ്ട്. അവരോടെല്ലാം ഞാൻ പത്രം കൊടുത്ത് എൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞ് അവർ ഉടമ്പടിയെ പറ്റിയിട്ടെല്ലാം പറഞ്ഞ് അവരെ അങ്ങനെ ഒരു പ്രേക്ഷിത പ്രവർത്തനം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അനുഭവിച്ചിരുന്ന വേദനകൾ, കുറേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം അതെല്ലാം അവരും അനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ മറ്റുള്ളവർക്ക് എത്രയും പെട്ടെന്ന് മാതാവ് വഴി ഈശോയുടെ അടുക്ക് മാതാവ് എത്തിക്കാൻ വേണ്ടി ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എന്നെ ഇത്രയും അനുഗ്രഹിച്ച് 8ാമതൊരു സാക്ഷ്യം പറയാൻ ഈ അൾത്താരിൽ കയറ്റി നിർത്തി മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. അഗ്നിശോധനയെ നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. 1 പീറ്റർ 1:7 നമ്മുടെ ജീവിതത്തിൽ പല സമ്മർദ്ദങ്ങളും അനിശ്ചിതത്വങ്ങളും പരാജയങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബന്ധങ്ങളിൽ വേദനകളും ഇവയൊക്കെ അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ നാം ചോദിക്കാം, ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ഇതെന്തുകൊണ്ട് എന്ന്. പരീക്ഷണങ്ങളുടെ നടുവിലും വിശ്വാസത്തോടെ നിലനിൽക്കുമ്പോൾ പരീക്ഷണങ്ങൾ നമ്മെ നശിപ്പിക്കുകയല്ല, നമ്മെ ശുദ്ധമാക്കിയാണ്, നമ്മെ ശക്തമാക്കിയാണ്. ശുദ്ധമാക്കി ശക്തമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പരീക്ഷണങ്ങളിലും ഉറച്ചു നിൽക്കുവാനും വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ മഹത്വപ്പെടുത്തുവാനുമുള്ള ഓരോ വഴികളാണ് നമുക്ക് തുറന്നു തരുന്നത്. ഇന്നത്തെ ഓരോ വേദനകളും വിശ്വാസത്തോടെ സ്വീകരിക്കുവാനും വിശ്വാസത്തിൽ വിശുദ്ധിയിലും വിശ്വാസത്തിലും മുന്നോട്ട് പോകുവാനുമാണ് ഉടമ്പടി നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂ, പരീക്ഷണങ്ങളിൽ കൂടി തെളിയുന്ന ഒരു വിശ്വാസം നമുക്ക് ഒരു കൃപയാണ്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ഡോക്ടർ രമ്യ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്, പങ്കിട്ടത്. ഡോക്ടർ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിഞ്ഞത് ഒരു ഹോസ്പിറ്റലിൽ കുഞ്ഞിൻ്റെ ഡെലിവറിയുടെ സമയത്താണ്. ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞിന് പ്രസവിച്ചതിന് ശേഷം
ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ പറയുകയാണ് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്ന്. പിന്നീട് 2021 ഡോക്ടർ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് 17 പ്രാവശ്യം പുതുക്കി 8ാമത്തെ സാക്ഷ്യവുമായിട്ടാണ്. പറഞ്ഞ വചനത്തിൽ കേട്ടതുപോലെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. വിശ്വാസത്തോടെ ഡോക്ടർ പ്രാർത്ഥിക്കുകയായിരുന്നു. 17 പ്രാവശ്യം പുതുക്കി 8 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു. ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കുന്ന വിശ്വാസപൂർണമായ ഒരു അക്രൈസ്തവ മകളുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ മകളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നടന്നത്. മൈൽ സ്റ്റോണെല്ലാം ഡിലേ ആയിരുന്നു, പക്ഷേ കുട്ടി നടക്കുവാൻ തുടങ്ങി. പിന്നീട് ആയുർവേദ ഡോക്ടറായ ഈ ഡോക്ടറിന് ഒരു ESI ഹോസ്പിറ്റലിൽ പെർമനൻറ്റ് ജോബ് കിട്ടുകയും ട്രാൻസ്ഫർ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ട്രാൻസ്ഫർ കിട്ടുകയും ബ്രദറിന് നല്ല ജോലി ലഭിക്കുക, അങ്ങനെ പല സാക്ഷ്യങ്ങളും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പറയുന്ന സാക്ഷ്യത്തിൽ കേട്ടത് ചെസ്റ്റ് ഇൻഫെക്ഷനായിട്ട് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ ബാധിച്ച ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം തേച്ച് ലൈറ്റ് കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകൾക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചെന്നും സമ്മർ ഹീറ്റിൽ ഒരു ദിവസം കുട്ടി ആരും അറിയാതെ ബാത്റൂമിൽ രാത്രിയിൽ പോയി ഒരു ബക്കറ്റ് നിറച്ച് വെള്ളമുണ്ടായിരുന്ന ആ റൂമിൽ സമയം ചെലവഴിക്കുകയും അവിടെ ഈശോയുടെയും അമ്മയുടെയും ഒരു സാന്നിധ്യം, അതായത് പെട്ടെന്ന് അമ്മയ്ക്കൊരു വെളിപ്പെടുത്തൽ പോലെ പോയി നോക്കുവാനുള്ള ഒരു ആഗ്രഹം ലഭിക്കുകയും അങ്ങനെ പോയി നോക്കുമ്പോൾ കുഞ്ഞിനെ അവിടെ ഇരിക്കുന്ന കണ്ട് അവിടെ ഒരു വലിയൊരു സംരക്ഷണമാണ് ഈശോയും അമ്മയും കരുതി കൊടുത്തത്. പിന്നീട് ഈ കുട്ടിക്ക് ബ്ലിസ്റ്റർ ബീറ്റിൽ എന്ന ഒരു പ്രാണിയുടെ ബൈറ്റ് വരികയും പിന്നീട് അതൊരു നമുക്കറിയാം പൊള്ളൽ വന്ന് ഒരു കുമിള വരുന്ന ഒരു സ്ഥിതിയാണ്. അത് കണ്ണിൻ്റെ അകത്ത് വീണിരുന്നെങ്കിൽ ഉള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് കണ്ണിന് പുറത്ത് വളരെ അതായത് ഈ ബ്ലിസ്റ്റർ ബീറ്റിൽ എന്ന ആ പ്രാണി കടിക്കുമ്പോൾ കാന്താരിഡിൻ എന്ന ഒരു രാസവസ്തുവാണ് തൊലിയിൽ പതിയുന്നത്. അപ്പോഴാവത്തിൽ നിന്ന് തൊലിയിൽ ഒരു കുമിളകളും പൊള്ളലും വന്ന് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വളരെ പ്രയാസമേറിയ ഒരു സ്ഥിതിയിൽ കൂടെ കടന്നു പോവുകയാണ്. അവിടെയും ഈശോയും അമ്മയും സംരക്ഷിക്കുകയാണ് ഈ മകളെ. അത് കണ്ണിൻ്റെ പുറത്താണ് വീണത്, പക്ഷേങ്കിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെയും ഈശോയും അമ്മയും സൗഖ്യപ്പെടുത്തുകയാണ്. ട്രിവാൻഡ്രം ടു തൃശ്ശൂർ ട്രാവൽ ചെയ്തപ്പോൾ നമുക്കറിയാം ഒരു ചെറിയ വസ്തു പോലും ട്രെയിനിൽ നിന്ന് വീണു പോയാൽ ഉള്ള അവസ്ഥ. അവിടെയും ട്രെയിനിൽ നിന്ന് പോയ ഒരു മൊബൈൽ അവിടെ ഏത് രീതിയിലും അത് കിട്ടുവാൻ സാധ്യതയില്ല, കിട്ടിയാൽ തന്നെയും അതിൻ്റെ സ്ഥിതി നമുക്കറിയാം. പക്ഷേങ്കിൽ അവിടെയും വലിയൊരു സംരക്ഷണമാണ്. കുഞ്ഞ് ട്രെയിനിൻ്റെ ജനലിൽ കൂടെ എടുത്തെറിഞ്ഞ മൊബൈൽ ആയിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. മൊബൈലിനൊരു കുഴപ്പവുമില്ലാതെ അവിടെയും അമ്മയുടെ ഒരു വലിയ സംരക്ഷണമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത് എവിടെ പോയാലും എന്തിനു പോയാലും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് നാം പോകുന്നത്. അവിടെയെല്ലാം നമുക്ക് സംരക്ഷണമാണ്. ഈ ഡോക്ടറിൻ്റെ ജീവിതത്തിലും എവിടെ പോയാലും എന്തിനു പോയാലും എവിടെയൊക്കെ എല്ലാം ഈശോയുടെ ഒരു സാന്നിധ്യവും സംരക്ഷണവുമാണ്. ഈ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അന്ന് നല്ല 1.5 മണിക്കൂറോളം ആ സ്ഥലത്ത് മഴയുണ്ടായിരുന്നു. ഒരു മൊബൈൽ വെള്ളത്തിൽ വീണുള്ള സ്ഥിതി എന്താണ്, അതും ട്രെയിനിൽ നിന്ന് വീണ ഒരു മൊബൈൽ. അവിടെയെല്ലാം ഒരു വലിയ സംരക്ഷണമാണ്. എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലും സഞ്ചാരി മാതാവ് കൂടെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഡോക്ടറിൻ്റെ ജീവിതത്തിൽ. എപ്പോഴും കൂടെ യാത്ര ചെയ്യുന്ന അമ്മയുടെ ആ സാന്നിധ്യം, ഈശോയുടെ കൃപ, കരുണ, അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് 7-8 പത്രം വാങ്ങും, എല്ലാ സ്ഥലങ്ങളിലും പോവും. സ്റ്റാറ്റസ് നോക്കാതെ ഡോക്ടറായ ഈ സഹോദരി ബസ് സ്റ്റാൻഡിൽ പോയി പത്രം കൊടുക്കുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും? പക്ഷെങ്കിൽ എൻ്റെ മനസ്സിൽ ഡോക്ടർ പറഞ്ഞത് അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണത, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആ സ്നേഹം, ദൈവസ്നേഹം, അത് ആരെയും കാണിക്കാനല്ല, ഒന്നും കിട്ടാനുമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തോടു കൂടി അറിയാത്തവരെ അറിയിക്കണമെന്ന ആ ദൈവസ്നേഹം അടുത്തറിഞ്ഞ നിമിഷം മുതൽ അക്രൈസ്തവയായ മകള് സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ ബസ് സ്റ്റാൻഡിലും തെരുവുകളിലും പോയി പത്രം കൊടുക്കുക എന്ന് പറയുന്നത് അതും ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. ESI ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഈ ഡോക്ടർ
തെരുവിൽ പോയി പേപ്പർ കൊടുക്കുന്ന ആ സ്നേഹം, ആ ദൈവസ്നേഹമാണ്. അതും അക്രൈസ്തവയായ ഈ മകളുടെ ദൈവസ്നേഹം. അതിൽ കൂടെയൊക്കെ ആവാം ഈശോയും അമ്മയും ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. കാരുണ്യ പ്രവർത്തികൾ, കൃപാസനം പ്രെയർ ഗ്രൂപ്പിൽ അംഗമായിട്ട് അവിടെ ചെന്ന് അനാഥ മന്ദിരത്തിലൊക്കെ മറ്റുള്ളവരെ ആ ഗ്രൂപ്പിൽ കൂടിയാണ് എല്ലാ സൺഡേയിലും പോയി അവരെ കുളിപ്പിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ആരുമില്ലാത്തവരെ സ്നേഹത്തോടെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അതും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണുന്നതാണ്. തന്നെയുമല്ല, പലവരെയും സഹായിക്കുന്നുണ്ട്. എൻ്റെ കുട്ടി ഇങ്ങനെ ആയതുകൊണ്ട് മറ്റു കുട്ടികളെയും സഹായിക്കുന്നു. ഒരു കുട്ടിയെ, അതും ഡിഫറൻ്റ്ലി ഏബിൾഡായ ഒരു കുട്ടിയാണ് സഹായിക്കുന്നത്. കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണ് അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുകയും ഉടമ്പടി ജീവിതത്തിൽ വന്നത് പിന്നെയാണ് മറ്റുള്ളവരെ കാരുണ്യ പ്രവർത്തികളിൽ കൂടെ ദൈവസ്നേഹം. നമ്മൾ പറയും ഈ കുഞ്ഞിനെയുമായിട്ട് ഞാൻ എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, പ്രായം ചെന്ന അച്ഛനും അമ്മയും വീട്ടിലുള്ളപ്പോൾ എങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമെന്ന്. പക്ഷെങ്കിൽ ഡോക്ടറായ ഈ സഹോദരി നല്ലൊരു ഡോക്ടറാണ്, ജോലി ചെയ്യുന്നു. പിന്നെ ഡൗൺ സിൻഡ്രോമുള്ള ഒരു മകളുണ്ട്. പക്ഷെങ്കിൽ അവിടെയെല്ലാം കാണുന്ന ആ ദൈവസ്നേഹം, അടുത്തറിഞ്ഞ ആ വിശ്വാസം, മറ്റുള്ളവർക്ക് പങ്കിടാനുള്ള ആ തീഷ്ണത, അതെല്ലാം മറികടന്നാണ് ഡോക്ടർ സമയം കണ്ടെത്തുന്നത് മറ്റുള്ളവരെ സഹായിക്കാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനും. കൃപാസനം ഗ്രൂപ്പിൽ നിന്ന് മറ്റു സൺഡേസിലാണ് അവധിയുള്ളത്. അന്നും ഈ കുട്ടിയെ കൂടെ കൊണ്ടാണ് മറ്റു കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒരു അക്രൈസ്തവമായ ഒരു സഹോദരി ചെയ്യുമ്പോൾ ഈശോയും അമ്മയും എങ്ങനെ കാണാതിരിക്കും? അതുകൊണ്ട് തന്നെയാണ് ഈ മകൾ പറയുന്നത്, ഈ മകളുടെ ജീവിതത്തിൽ ഡൗൺ സിൻഡ്രോമുള്ള ഒരു മകളുണ്ട് കൂടെ. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്നത് പിന്നെ എനിക്കെല്ലാം സ്വീകരിക്കുവാനും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയും പിന്നെ എല്ലാം തരണം ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു കോൺഫിഡൻസും എല്ലാം ഈശോയുടെ അമ്മയോടും ചേർന്ന് വന്നതിൽ പിന്നെയാണ്. ഉടമ്പടി ജീവിതത്തിൽ വന്നപ്പോൾ വിശുദ്ധിയിൽ ജീവിച്ച് നിത്യജീവനിൽ പ്രത്യാശ അർപ്പിച്ച് കൂടുതൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഭൗതികമായിട്ട് മാത്രമല്ല, നിയോഗത്തിൽ മാത്രമല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത്, ആ ദൈവത്തോട് ചേർന്ന് നിന്നുള്ള ഒരു നിത്യത വരെയുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ബൈബിൾ അരൂപിയിൽ കുർബാന എല്ലാ ദിവസവും കൂടും. ഞാൻ ചോദിച്ചു, ഒരു ദിവസം കുർബാന കൂടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. പിറ്റേ പ്രാവശ്യം 2 പ്രാവശ്യം കുർബാന കൂടുമെന്നാണ്. ഈ അക്രൈസ്തവയായ ഈ സഹോദരി ഒരു ദിവസം കുർബാന മിസ് ചെയ്തെങ്കിൽ പിന്നീട് ഒരിക്കലും 2 കുർബാന ഒരേ ദിവസം കൂടി അത് കവറപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതും കുർബാന സ്വീകരിക്കാതെ മറ്റുള്ളവർ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ അരൂപിയിൽ കുർബാന സ്വീകരിക്കുമെന്നാണ് ഈ മകളുടെ ആ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ സ്നേഹം. ഇതാണ് നാം കേട്ട വചനത്തിൽ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേറും. പരീക്ഷണങ്ങൾക്ക് ഒരു കുറവുമില്ല, പ്രത്യേകിച്ചും ഈ ഡൗൺ സിൻഡ്രോമുള്ള കുട്ടിയെയും കൊണ്ടുള്ള ജീവിതം. പക്ഷെങ്കിൽ ഈ പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് ജീവിതത്തിൽ വിശ്വാസത്തോടെ ജീവിക്കുന്ന കൃപാസനം ഉടമ്പടിയിൽ 17 പ്രാവശ്യം പുതുക്കി ജീവിക്കുന്ന ആ വിശ്വാസമാണ് ഈശോയും അമ്മയെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട് എന്ത് കിട്ടിയെന്ന്. പക്ഷേങ്കിൽ ഈ സഹോദരി പറഞ്ഞ കിട്ടിയെന്നല്ല, ദൈവത്തോട് ചേർന്ന് നിത്യജീവിതത്തിലേക്കുള്ള ആ ജീവിതമാണ്, വിശ്വാസപരമായ ജീവിതമാണ് ഞാൻ നയിക്കുന്നുവെന്നാണ്. ഇന്നത്തെ വേദനകൾ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ വേദനകളുടെ നടുവ്, പരീക്ഷണങ്ങളുടെ നടുവിലായിരിക്കാം. പക്ഷേ അതിലൊക്കെ വളരുന്നത് വിശ്വാസം നിത്യമായതാണ്. നമ്മൾ നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, പരീക്ഷണങ്ങളിൽ കൂടി തെളിയുന്ന വിശ്വാസം. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ വേദനയിലൂടെ മഹത്വത്തിലേക്കുള്ള വിശ്വാസയാത്രയിൽ നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൃപാസന അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതവും കൂടുതൽ തീഷ്ണതയോടെ, വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ നമ്മൾ വിശ്വാസത്തിലെ ഉടമ്പടി ജീവൻ നയിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഒരു മെറിറ്റും ഇല്ലായിരിക്കും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ എന്ത് പരീക്ഷണമായാലും നമുക്കതൊക്കെ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ ലഭിക്കുന്നുണ്ട്. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ രമ്യയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കിയതിന് തിരുക്കുമാറിനും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് മരിയ, ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ കഴിഞ്ഞ 2026 ഫെബ്രുവരി 4 ഉടമ്പടി എടുക്കുന്നത്.
ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2023 ഏപ്രിലാണ്. എൻ്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അമ്മയുടെ കൂടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നതാണ്. അമ്മ ഇന്നത്തെ ദിവസം 8ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണമായത് എൻ്റെ വിദേശ പഠനമാണ്. ഞാൻ 1 കൊല്ലമായി എൻ്റെ വിദേശ പഠനത്തിന് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ IELTS എഴുതിയിട്ട് എനിക്ക് ഒരു മൊഡ്യൂളിന് മാത്രം സ്കോറ് കുറഞ്ഞു പോവുകയാണ്. ബാക്കി എല്ലാത്തിനും ഓവറോൾ സ്കോർ കിട്ടിയതും എനിക്ക് ഒരു മൊഡ്യൂളിന് മാത്രം എപ്പോഴും സ്കോറ് കുറഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് IELTS പാസ്സാവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ 2026 ഫെബ്രുവരി 4-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 22ാമത്തെ ദിവസത്തേക്ക്, അതായത് ഫെബ്രുവരി 26-ാം തീയതിയിലേക്ക് ഞാൻ എൻ്റെ PT-യിലെ എക്സാം ബുക്ക് ചെയ്തു. എക്സാമിന് പോകാൻ നേരത്ത് ഞാൻ കാശിരൂപം, തൈലം, ഉപ്പ് എല്ലാം കൊണ്ട് പോയി. ഉപ്പിട്ട് എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ്, ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ആ സ്റ്റെപ്പിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എക്സാം ടൈമിന് ഒരു 2 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് ടൈമിൽ ഞാൻ മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിച്ചു. കാരണം വരുന്ന പിള്ളേരുടെ എണ്ണം കുറവാണ്, കിട്ടാൻ വളരെ പാടാണെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. ഞാൻ എടുത്ത സെൻറ്ററും അതുപോലെ പാടുള്ളൊരു സെൻറ്ററായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്കറിയാവുന്നിട്ട് പോലും ഞാൻ അമ്മേനെ വിശ്വസിച്ച് കാശിരൂപവും ഉപ്പും തൈലവും കൊണ്ട് പോയി എക്സാം എഴുതാൻ കയറി. കാശിരൂപം കയറ്റുന്നതല്ല എക്സാമിന്, പക്ഷേ എൻ്റെ കാശിരൂപം കണ്ടപ്പോൾ ആ സാറ് പറഞ്ഞു, കുഴപ്പമില്ല, കാശിരൂപം അല്ലേ, കയറ്റിക്കോളാൻ പറഞ്ഞ് ഞാൻ എക്സാമിന് കയറ്റി. എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് 27-ാം തീയതി അതിരാവിലെ 1:36 എൻ്റെ റിസൾട്ട് വന്നു. PT-ക്ക് എനിക്ക് 90-ൽ 90 കിട്ടി. ഇനി PT കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ വരിക. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുക. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഞാൻ ഓഫറിന് വേണ്ടി വെച്ചു. ഫെബ്രുവരി ഇൻടേക്ക് കഴിയാതെ ജൂലൈ ഇൻടേക്കിലേക്ക് ഓപ്പൺ ആവില്ല. ഓഫർ ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഫെബ്രുവരിയിൽ എനിക്ക് PT കിട്ടിയെങ്കിലും മാർച്ചിലേക്ക് വേണ്ടി എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ മാർച്ച് 9-ാം തീയതി എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ കിട്ടുകയും അത് തുടർന്ന് ഞാൻ ബാങ്ക് ലോണിന് വേണ്ടി കൊടുക്കുകയെല്ലാം ചെയ്തു. അങ്ങനെ ബാങ്ക് ലോൺ ആവാൻ വരുമ്പോൾ ഏപ്രിൽ 20-ാം തീയതി എൻ്റെ ബാങ്ക് ലോൺ ആവുന്ന ഡേറ്റ് വന്നപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് ഒരു കോൾ വന്നു. എന്നോട് പറഞ്ഞു, യുദ്ധം കാരണമൊക്കെ കൊണ്ട് യൂണിവേഴ്സിറ്റി ഒരു ഡിക്ലറേഷൻ ചെയ്തേക്കാണ്, ITR അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 12 ലക്ഷത്തിൽ നിന്ന് 16 ലക്ഷം കാണിക്കുന്ന സ്റ്റുഡൻസിനെയാണ് ഈ വരുന്ന 2027 ജൂലൈ ഇൻടേക്കിലേക്ക് അവർ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ 12 ലക്ഷം കാണിക്കാവുന്ന രീതിക്ക് എന്ന് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് നോക്കട്ടെ, പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത് നോക്കട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻഫോർമേഷൻസ് ഒന്നുമില്ല, അവരൊരു ഡിക്ലറേഷനോ ഒന്നും ചെയ്തിട്ടില്ല. അവർ പറഞ്ഞു അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, യൂണിവേഴ്സിറ്റി മൊത്തം തീരുമാനിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തില്ല. അങ്ങനെ ഞാൻ ഏപ്രിൽ 23-ാം തീയതിയിലേക്ക് ഒരു ഓഫറിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു. അന്ന് എനിക്ക് പിറ്റേ ദിവസത്തേക്ക് എനിക്ക് ഓഫർ കിട്ടി. അങ്ങനെ 24-ാം തീയതി ആയപ്പോഴത്തേക്കും ഞാൻ പോയി ബാങ്കിൽ സംസാരിച്ചു അവരോട്. അവർ പറഞ്ഞു, നേരത്തെ സാങ്ഷൻ ആക്കി അത് എമൗണ്ടേ കിട്ടുള്ളൂ, യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യാൻ ഇത് കൊടുത്തു. മെയ് 8-ാം തീയതിക്ക് മുമ്പ് എനിക്ക് ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ ലോൺ സാങ്ഷൻ ലെറ്റർ കാണിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ് വന്നപ്പോൾ ഇയർ എൻഡ് ആയ കാരണം, ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് ആയ കാരണം ബാങ്കിലൊക്കെ ഓഡിറ്റ് നടക്കുകയാണ്. അപ്പോൾ ഭയങ്കര പാടായിരുന്നു. അവരെനിക്ക് പറഞ്ഞു അത് ആ ടൈമിൽ എന്തായാലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റിനോട് ഒരു ടൈം നീട്ടി ചോദിച്ചു. അവരെനിക്ക് 15-ാം തീയതി വരെ ടൈം തന്നു. പക്ഷേ 15-ാം തീയതിക്ക് മുമ്പ് ഞാൻ സാങ്ഷൻ ലെറ്റർ വെക്കുകയും ചെയ്യണം. അതിന് മുമ്പ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ GS ഇൻ്റർവ്യൂ ഉണ്ട്, അത് ഞാൻ പാസ്സാവുകയും വേണം. അതിന് മുമ്പ് ഞാൻ പാസ്സായാൽ മാത്രമേ അവരെനിക്ക് COE ഇൻവോയ്സ് തരുള്ളൂ, ഫീസ് അടയ്ക്കാനുള്ള ഇൻവോയ്സ് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിലേക്ക് പോയി. മെയ് 7-ാം തീയതി ഞാൻ ബാങ്കിലേക്ക് പോയി. ഞാൻ ബാങ്കിൽ ഒരു ദിവസം മുഴുവൻ നിന്നു. ഞാൻ ബാങ്കിലേക്ക് കയറുന്നതിന് മുമ്പ് മാതാവിൻ്റെ ഉപ്പെടുത്ത് ആ പുറത്തേക്ക് കയറുന്നതിന് ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇന്ന് എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഈ കൊല്ലം പോകാൻ പറ്റില്ല. 1 ഇയർ ഗ്യാപ്പ് വന്നു എനിക്ക്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. വൈകിട്ട് 6:30 വരെ ഞാൻ അവിടെ നിന്നിട്ടും അവരെന്നോട് പറഞ്ഞു ഇന്നാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്ക് സാങ്ഷൻ ലെറ്റർ ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഒരു 6:45 കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സാങ്ഷൻ ലെറ്റർ കിട്ടി. പക്ഷേ അതിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടായില്ല. അക്കൗണ്ട് നമ്പർ വേണമെങ്കിൽ ബാങ്ക് മാനേജർ വരണം, ബാങ്ക് മാനേജറിനാണ് അക്കൗണ്ട് നമ്പർ ഓപ്പൺ ആക്കാനുള്ള അധികാരമുള്ളൂ. പക്ഷേ ബാങ്ക് മാനേജർ മെഡിക്കൽ ലീവായിട്ട് പോയേക്കുമായിരുന്നു. ഇതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ മാനേജർ പോയേക്കുന്ന കാരണം
അക്കൗണ്ട് നമ്പർ ഓപ്പൺ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 15-ാം തീയതി വരെയുള്ള ടൈമിൻ്റെ അകത്ത് എനിക്ക് അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജർ സ്വന്തം വലിയ റിസ്ക് എടുത്ത് സാർ എനിക്ക് അക്കൗണ്ട് നമ്പർ ഓപ്പൺ ആക്കി തന്നു. അങ്ങനെ ഓപ്പൺ ആക്കി തന്ന് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയായി വെച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫീസ് അടയ്ക്കാമെന്നുള്ള ഡേറ്റ് ആണ്. അങ്ങനെ ഫീസ് അടച്ചു കഴിഞ്ഞ് വിസയ്ക്ക് വെക്കുന്നൊരു പ്രോസസ്സ് വരുന്നുണ്ട്. ഓസ്ട്രേലിയക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ വിസയ്ക്ക് ഡോക്യുമെൻറ്റേഷൻസ് ഒരുപാടാണ്. ഫിനാൻഷ്യൽ പാർട്ടൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഏജൻസിക്കാർ പോലും നമ്മുടെ പേപ്പേഴ്സ് എടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അവർ തന്നെ വെക്കില്ല. കാരണം അവർക്ക് അത്രയും വലിയ റിസ്ക്കാണ്. അവരുടെ ഒരു ഏജൻസിയുടെ പേര് പോവും, കാര്യങ്ങളൊക്കെ ഭയങ്കര അപകടത്തിലാവുന്ന ഒരു സ്ഥിതിക്ക് അവർ വെക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷൻ എനിക്ക് ഒരു ആഴ്ചയാണ് സമയം തന്നത്. ജൂലൈ ഇൻടേക്കിലേക്ക് പോകേണ്ട എനിക്ക് ജൂൺ ആദ്യം ആകുമ്പോഴാണ് വിസയ്ക്ക് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ജൂൺ 2-ാം തീയതി ആയപ്പോഴത്തേക്കും വിസയ്ക്ക് ഫീസ് അടച്ചു. അപ്പോൾ 2 ദിവസം എനിക്ക് വെയിറ്റിംഗ് പീരീഡ് വന്നു. അവരെന്നോട് പറഞ്ഞു എൻ്റെ ഡോക്യുമെൻറ്റ്സിന് റിസ്ക് ഉണ്ട്, ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒട്ടും സേഫ് അല്ല, റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നത്തേക്ക് വെക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ 1 വീക്ക് കഴിയുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു, മാതാവേ എനിക്കിത് ഇനിയും പോകാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ 4-ാം തീയതി എനിക്കൊരു കോള് വന്നു, മരിയ ഞങ്ങൾ വിസയ്ക്ക് വെക്കാൻ പോവാണ്. 2 മാനേജർ ടയറിൽ അവർ നോക്കി, ഡോക്യുമെൻറ്റ്സിന് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കുഴപ്പമുണ്ടെങ്കിൽ പോലും അത് അത്ര വലിയ വിഷയമാവില്ല, അതിനൊരു സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന് വിസയ്ക്ക് വെച്ച് ജൂൺ 4-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. ജൂൺ 18-ാം തീയതി, അതായത് 2 ആഴ്ച കഴിഞ്ഞ് 15-ാമത്തെ ദിവസം എൻ്റെ വിസ വന്നു, വിസ ഗ്രാൻഡായി. ഇപ്പോൾ ഞാൻ ഈ വരുന്ന 3-ാം തീയതി, ജൂലൈ 3-ാം തീയതി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇതിൻ്റെ ബാക്കി എൻ്റെ അമ്മയ്ക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് മിന്നു. ഞാൻ മുന്നമേ എന്നെ അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിക്ക് മാറ്റിയതിന് മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകനാണ്. അവനിപ്പോൾ വന്നിട്ടില്ല. അവൻ്റെ കാര്യങ്ങൾ ഞാൻ അവനെയും കൂട്ടി വന്ന് പറയും. ഞാൻ എന്ത് ചോദിച്ചോ അതെൻ്റെ അമ്മ എനിക്ക് നിറയെ തന്നു. പിന്നെ ഞാൻ എൻ്റെ മകളുടെ കാര്യം ഇപ്പം മകൾ പറയുമ്പോൾ അവളുടെ വിദ്യാഭ്യാസവും അവൾക്കടെ നല്ല ഒരു പഠനത്തിന് വേണ്ടി ഓസ്ട്രേലിയക്കുള്ള ഇത് വെച്ചു. അത് അവൾക്ക് IELTS കിട്ടാൻ വൈകിയപ്പോൾ അത് ഉടമ്പടി എടുത്തു. അവളുടെ മാതാവ് അവൾക്കത് സാധിച്ചു കൊടുത്തു. എൻ്റെ പ്രാർത്ഥനയും ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് 2-3 രോഗസൗഖ്യങ്ങളുണ്ടായി. എൻ്റെ തലയിൽ ഒരു വലത് ഭാഗത്തായിട്ടൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ല. ഞാൻ ഉടമ്പടി എടുത്ത തൈലമൊന്നും അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ ചീപ്പ് വെച്ചത് തലയിൽ ചെയ്യുന്ന സമയത്ത് ആ ചീപ്പ് ആ സിസ്റ്റിൽ കൊള്ളുകയും എൻ്റെ ആ ഭാഗം തലയുടെ വലത് ഭാഗം മരയിച്ച് എനിക്ക് കണ്ണിന് പോലും മങ്ങൽ പോലെ വന്നു. എനിക്ക് പേടിയായി. എൻ്റെ മകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, നാളെ അച്ഛൻ്റെ തിങ്കളാഴ്ചയായിരുന്നു ആ ദിവസം. ഞാൻ പറഞ്ഞു, നാളെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ എനിക്കൊരു കൊച്ചു ഷോപ്പുണ്ട്, ഒരു ബൊട്ടിക്ക്. ഞാൻ പിറ്റേ ദിവസം രാവിലെ ചൊവ്വാഴ്ച ഞാൻ മകളോട് പറഞ്ഞു, അമ്മ ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൽ സൗഖ്യം മേടിച്ചിട്ടേ വരികയുള്ളൂ എന്ന് ഇവളോട് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണണില്ല പറഞ്ഞിട്ട് പോയി. ഉടമ്പടി പ്രാർത്ഥനയുടെ ഇതിൻ്റെ ധ്യാനത്തിൻ്റെ സമയത്ത് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കൈ നെഞ്ചത്ത് ഒരു കൈ സിസ്റ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയാണ്. തലയുടെ വലത്ത് ഭാഗത്ത് ഒരു സിസ്റ്റുള്ള മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നെന്ന്. എൻ്റെ കയ്യിൽ കൂടി ആ എനിക്കറിയില്ല, ഒരു പാട് പോലും ഇല്ലാതെ ആ സിസ്റ്റ് ഒഴുകി എൻ്റെ കയ്യിൽ ചാടിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കണ്ണാടി നോക്കി ആ ഭാഗം, അവിടെ ഒരു അടയാളം പോലുമില്ല. എൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് തന്നത് 25 വർഷമായിട്ട് എൻ്റെ വലത് ഷോൾഡർ ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഡോക്ടറെ കാണുമായിരുന്നു. ഞാൻ കണ്ട് മടുത്തു. ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ഇച്ചിരി കൈ അനക്കുന്ന എന്തെങ്കിലും ജോലി ചെയ്ത് എനിക്ക് കൂടുതലായിട്ട് വരും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവിൻ്റെ തൈലം തൊട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കറിയില്ല, അത് മാറിപ്പോയതുപോലെ ഞാൻ മറന്നുപോയി. എനിക്ക് ആ വേദന പൂർണ്ണമായിട്ടും മാതാവ് മാറ്റിത്തന്നു. അതുപോലെ എൻ്റെ മുട്ടുവേദന, ഞാൻ ഫസ്റ്റിൽ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എല്ലാവരും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ മുട്ട് മടക്കാൻ പാടുണ്ടായില്ല. ഞാനിവിടെ
അരികത്ത് നിന്ന് ചാരി നിന്നിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവേ, ഇവരൊക്കെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, എനിക്കൊന്നും മുട്ടുമടക്കാൻ പോലും പറ്റണില്ല. ഞാൻ അന്ന് വീട്ടിൽ ചെന്നു. ഞാൻ എന്നും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കും. ഞാൻ പിന്നെ സ്റ്റെപ്പൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് സ്റ്റെപ്പ് കാരണമുണ്ട് എൻ്റെ മകനാണ് ചോദിച്ചത്, അമ്മയുടെ ഏന്തൽ എവിടെ പോയിന്ന്. അതും എൻ്റെ മാതാവ് തൊട്ട് സൗഖ്യപ്പെടുത്തി. അതുപോലെ ഒരു അമ്മ മായാജാലക്കാരിയാണെന്ന് ഞാൻ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ കാശ് രൂപ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പൊട്ടിക്കുണ്ടായെന്ന്. ഞാൻ എന്നും ചെല്ലുമ്പോൾ കാശ് രൂപ മേശപ്പുറത്ത് ഡപ്പയിൽ എടുത്ത് വയ്ക്കും. അതെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ കടയിൽ ഇന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സ് വന്നു. 3-4 പേരുണ്ടായിരുന്നു. അവർ സാധനങ്ങളൊക്കെ എടുക്കണതിൻ്റെ ഇടയിൽ ഈ കാശ് രൂപം കണ്ടപ്പോൾ അവർ എന്നെ കളിയാക്കി, നിൻ്റെ ഒരു കൃപാസന മാതാവെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ ചിരിക്കാൻ കൂടി. അന്നേരം ആ ഒരു വൈബിൽ എന്തോ എനിക്കങ്ങനെ തോന്നി, ചിരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാം പോയി. ഞാൻ എൻ്റെ കാശ് രൂപ എടുത്ത് ബാഗിൽ വെക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കാശ് രൂപ ഡപ്പയിലില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇവരോടും മക്കളോടും പറയുമായിരുന്നു, ഈ കാശ് രൂപ എനിക്ക് കോടി തരാമെന്ന് പറഞ്ഞാലും ഞാൻ ആർക്കും കൊടുക്കൂലെന്ന്. എനിക്ക് മനസ്സിലായി. ഞാൻ കളിയാക്കി, അവരുടെ കൂടെ കളിയാക്കം കൂടിയിട്ടാന്ന്. ഞാൻ നോക്കി, കടയിലെല്ലാം നോക്കി, കണ്ടില്ല. ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എടുത്തോ എന്ന് ചോദിച്ചു. അവരെ ആരും എടുത്തില്ല. നിൻ്റെ ഡപ്പയിൽ തന്നെ ഉണ്ടായിരുന്നു, നീ നോക്ക്. ഞാൻ നോക്കി, നടന്നു, കണ്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് കൈവച്ച് മേശയിലിരുന്ന് ഉറങ്ങിപ്പോയി. ഒരല്പം നേരം കഴിഞ്ഞപ്പോൾ എന്നെ ആരോ തോണ്ടണ മാതിരി തോന്നി. ഞാൻ ഓർത്ത് എൻ്റെ ഏതെങ്കിലും കസ്റ്റമൈസ് ആമെന്ന് കരുതി ഞാൻ നോക്കിയപ്പോൾ ആ ഡപ്പയിൽ തന്നെ ആ കാശ് രൂപ ഇരിക്കണു. ഞാൻ മാതാവിനോട് 100,000 സോറി പറഞ്ഞു. ഞാൻ കളിയാക്കിയത് കൊണ്ട് എനിക്ക് അമ്മ തന്ന ശിക്ഷ. അതുപോലെ എനിക്ക് കുറേ ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടി. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ സാക്ഷി എഴുതി കൊടുത്തപ്പോൾ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, എനിക്ക് 2 സാക്ഷികളും കൂടി അടുത്ത തവണ പറയാനുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ആ 2ഉം കിട്ടുമെന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഞാൻ പോയി. 1 എൻ്റെ മകളുടെ വിസയും 2 ഞാൻ എൻ്റെ മകളുടെ വിദേശ പഠനത്തിന് ഒരു പ്രോപ്പർട്ടി സെയിലിനായിട്ടായിരുന്നു. അതും എൻ്റെ മാതാവ് മകൾക്ക് വിസ മന്നേന് 1 ആഴ്ച മുമ്പ് ആ പ്രോപ്പർട്ടിയും വിറ്റു. ഞങ്ങൾക്ക് ഒരു കടവും ബാധ്യതയൊന്നുമില്ലാതെ എൻ്റെ മകള് ഈ 3-ാം തീയതി കയറിപ്പോവുകയാണ്. ഇത്രയൊക്കെ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ അനാഥാലയങ്ങൾ, മറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അതുപോലെ മാനസിക വെല്ലുവിളിയുള്ള പിള്ളേർ താമസിക്കുന്നിടത്ത് അവരെ എല്ലാം പോയി ഫുഡ് കൊടുക്കും. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നവരെ ഞാൻ സഹായിക്കും. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ആ മാസം തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്മയ്ക്ക് അവരെ വീട് ഇടിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ 2 വർഷം അവരെ എൻ്റെ ഔട്ട് ഹൗസിൽ ഒന്നുമില്ലാതെ, ഒരു വാടകയോ ഒന്നുമില്ലാതെ എനിക്ക് പറ്റുന്ന പോലെ അവർക്ക് ഫുഡും സഹായമൊക്കെ ചെയ്ത് അവരെ വീട് പണി പൂർത്തിയാവാൻ ഞങ്ങളും കൂടി സഹായിച്ച്, ആൾ സഹായവും ധനസഹായവും ഒക്കെ ആയിട്ട് ചെയ്ത് അവരുടെ വീട് പണിതിട്ടാണ് ഞാൻ അവരെ ആ വീട്ടിൽ നിന്ന് മാറ്റിയുള്ളൂ. അതെൻ്റെ ഒരു നല്ല കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് മനസ്സിന് നിറവുള്ളൊരു കാരുണ്യപ്രവൃത്തിയാണ്. പിന്നെ പ്രേക്ഷിത, പിന്നെ എനിക്ക് മാതാവ് എന്നും ഞാൻ വെളുപ്പിന് 5:30 എണിച്ച് പ്രാർത്ഥിക്കും. 3 ദിവസം എനിക്ക് എണിക്കാൻ പറ്റണില്ല, ഭയങ്കര ക്ഷീണവും മടിയും. ഞാൻ 3-ാമത്തെ ദിവസം കട്ടിലേൽ എണിച്ച് ചെമ്പരം പടിഞ്ഞിരുന്ന് പറഞ്ഞു, മാതാവേ, നീ എല്ലാവരെയും വന്ന് വിളിച്ചെണിപ്പിക്കണ്ട്. നിൻ്റെ മുല്ലപ്പൂൻ്റെ സുഗന്ധമൊക്കെ എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. നീ എൻ്റെ അടുത്ത് വന്നൊന്ന് വിളിച്ചെണിപ്പിക്കുക എന്നെ. നീ വെറുതെ എൻ്റെ അമ്മയോട് പാരായം പറയണ മാതിരി ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു. പിറ്റേ ദിവസം 5:12 മാതാവിൻ്റെ ഘടികാരം, നെഞ്ചത്ത് ഘടികാരം ചാർത്തിയ മാതാവ് എൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് എൻ്റെ കണ്ണ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ മാതാവ്, എനിക്കറിയില്ല സ്വപ്നമാണോ എന്താണോ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. 5:12 ക്ലോക്കിൽ. ഞാൻ വേഗം ചാടി അടിച്ചു മാതാവിന് സ്തുതിയും നന്ദിയെല്ലാം പറഞ്ഞു. മാതാവിനെ കണ്ടു. അതുപോലെ എൻ്റെ മകളുടെ വിസ വെച്ച സമയത്ത് 6 പിള്ളേരുടെ വിസ റിജക്റ്റ് ആയിപ്പോയി. ഇവളെപ്പോഴും വന്ന് അവൻ്റെ അടുത്ത് പറയും, അമ്മേ, ഇവരുടെയൊക്കെ എത്രയോ പേരുടെ വിസ റിജക്റ്റ് ആയി പോണു, എൻ്റെ വിസ റിജക്റ്റ് ആയി പോവും അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഒരു അടയാളം അമ്മ ചോദിച്ചിട്ടുണ്ട് മോനെ, അമ്മ ഉറപ്പ് തരാം. ഇവള് പറഞ്ഞതിൻ്റെ 2-ാമത്തെ ദിവസം വെളുപ്പിന് ഞാൻ എൻ്റെ ചുറ്റും മഴവില്ല്
സ്വപ്നം കണ്ടു. എനിക്ക് ഉറപ്പായി. ഞാൻ എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞു, നീ പേടിക്കണ്ട, അമ്മ നിനക്ക് വിസ തന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിനും അനുഗ്രഹിച്ച മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞങ്ങൾ പത്രങ്ങൾ വാങ്ങി എല്ലായിടത്തും ബസ് സ്റ്റാൻഡുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും എൻ്റെ അയൽവക്കത്തുള്ളവർക്കും ചിലരൊക്കെ നമ്മളെ വഴക്ക് പറയും, തലതിരിക്കും. എന്നാലും ആദ്യം കാണിച്ച അവഗണനയൊന്നും പിന്നെ ഇല്ല. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. എല്ലാവർക്കും പത്രം കൊടുക്കും, പറ്റണ ഇതെല്ലാം. അതുപോലെ നമുക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം ഓരോരുത്തരോട് പറയും. ഇങ്ങനെ കുറേ നേരം പോയി അവരുടെ അടുത്തിരുന്ന് സംസാരിക്കും. എനിക്ക് പറ്റുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ആങ്ങളയുടെ വൈഫ് എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഉടമ്പടി എടുത്തവരാണ്. എനിക്ക് ഉറപ്പാണ്, ഈ മണ്ണിൽ നമ്മൾ കാല് കുത്തിയിട്ടുണ്ടോ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. അനുഗ്രഹങ്ങൾ കിട്ടാൻ വൈകി ഒന്നും തന്നില്ല, ഇതെന്താ ഇങ്ങനെയെന്നൊന്നും വിചാരിക്കണ്ട. നമ്മളിവിടെ വന്ന് മാതാവിൻ്റെ മണ്ണിൽ കാല് വെച്ചോ, നമ്മൾ പേടിക്കണ്ട. നമുക്കെല്ലാം ഈശോയും നടത്തി തരും. ഈശോയുടെ വലിയ മഹത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഞാനതിന് ശരിക്കും സാക്ഷിയാണ്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, സമയപരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും എനിക്ക് ബൈബിൾ വായിക്കാൻ മടിയായിരുന്നു. ഞാൻ എന്നും ഒരധ്യായം വായിച്ച് തീർത്ത് എങ്ങനെയെങ്കിലും തീർക്കാം അങ്ങനെയൊക്കെ ഓർക്കണ ആളായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടുന്ന സമയം മൊത്തം ഞാനിരുന്ന് ബൈബിൾ വായിക്കും. നേരത്തെ ഞാൻ യൂട്യൂബ് നോക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ അതെല്ലാം കുറച്ചൊന്നല്ല, അതെല്ലാം മാറി. സാക്ഷ്യങ്ങൾ കേൾക്കും, എപ്പോഴും വചനം വായിക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കണവരോട് നമ്മൾ വചനം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറയാനായിട്ട് എന്താ പറയണ ഒരു കൃപയാണത്. എനിക്ക് അറിയില്ല, മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ തന്നെ മാറ്റിമറിച്ച് തന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പൈസയ്ക്കും എല്ലാത്തിനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കറിയില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേനും വഴക്കും ദേഷ്യവും അരിശവും ക്ഷമയില്ലായ്മയും. പക്ഷേ ഈ മണ്ണിൽ വന്ന് കാല് കുത്തി എല്ലാവരിലും വന്നു മാറ്റങ്ങൾ. ഞാനിനി എൻ്റെ മകനെയും കൊണ്ട് ഈ ആൾക്കാരെ കയറിയേക്കും. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ആദ്യമേ വന്നത്. എൻ്റെ മകനും കൂടി വന്ന് ഞാൻ സാക്ഷ്യം പറയുന്നതായിരിക്കും. മാതാവിനും ഈശോയ്ക്കും കുർബാനയും കുമ്പസാരവും എല്ലാം ഞങ്ങൾ യാക്കോബായക്കാരാണ്. ഞങ്ങളുടെ കുമ്പസാരം എന്ന് പറയുമ്പം മാസത്തിലൊരിക്കൊക്കെ, എന്നാലും ഞങ്ങൾ സൗകര്യം പോലെ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊക്കെ കുമ്പസാരിക്കും. അതുപോലെ തന്നെ ബൈബിൾ വായന എന്നും ഉണ്ട്. ബൈബിൾ വായിക്കണ ഒരധ്യായമോ 2 അധ്യായം ഒന്നും അല്ല, അല്ലെങ്കിൽ അരമണിക്കൂറും അല്ല. കിട്ടണ സമയം മൊത്തം ബൈബിൾ വായിക്കുക. അതൊരു ദാഹമായിട്ടുണ്ട്. അച്ഛൻ പറയണ മാതിരി നമ്മൾ ഇഷ്ടപ്പെട്ട് എനിക്കറിയില്ലാത്ത വാക്യങ്ങൾ ഞാൻ കുറേ നേരം വായിച്ചു നോക്കും, അത് മനസ്സിലാവുന്നവരെ. അതുപോലെ തന്നെ കൊന്ത ഞങ്ങൾക്ക് ഇല്ല എങ്കിലും ഞാൻ പുസ്തകം നോക്കി കൊന്ത ചൊല്ലി എനിക്കറിയാം കൊന്ത ചൊല്ലാൻ. ഇപ്പം ഞാൻ കൊന്ത ചൊല്ലുന്നുണ്ട്. മാതാവിനെ ഈശോയ്ക്കും കോടാനുകൂടി നും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വചനമാണ്. വചനം പറയുന്നത്, ഭയപ്പെടരുത്. ഭയത്തിനിടയിലും മുന്നോട്ട് പോകുവാനുള്ള ഒരു ധൈര്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. മുന്നിലുള്ള ഉത്തരവാദിത്തങ്ങളും വെല്ലുവിളികളും കടന്നു പോകേണ്ട വഴികളും കാണുമ്പോഴൊരു പക്ഷേ നാം ഭയപ്പെടാം. ഏത് സാഹചര്യത്തിലൂടെ പോയാലും ഉടമ്പടിയിൽ നമുക്ക് ഉറപ്പ് നൽകുന്നത് ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ധൈര്യമാണ്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും ഭയം വിട്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം നമുക്ക് നൽകുന്നു. ഇത് നമ്മൾ കടന്നു പോകുന്ന ഓരോ പോരാട്ടമായാലും ദൈവം നമ്മോട് കൂടെ ഉണ്ട്, പരിശുദ്ധമ്മ നമുക്കായി ഇടപെടും, നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരു ഉറപ്പാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള ഒരു ഉറപ്പുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് മീന എന്ന സഹോദരിയും മകൾ മരിയയെ നമ്മളോട് പങ്കുവച്ചത്. അമ്മയോട് ചോദിച്ചു, അമ്മേൻ്റെ വിസയുടെ കാര്യം എങ്ങനെയാകും, മറ്റുള്ള കുട്ടികൾക്കൊക്കെ റിജക്റ്റാണ്, എൻ്റെ കാര്യം എന്താകുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ
പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഒരു മഴവില്ലിൽ കൂടെയാണ്. അവിടെയും ഈശോയും അമ്മയും പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആ വചനമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. നാം എവിടെ പോയാലും, നാം എന്തിനു പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മരിയൻ ഉടമ്പടി ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന വിശ്വാസമാണ്, ഒരു ഉറപ്പാണ് നമുക്ക് നൽകുന്നത്. ഉടമ്പടി ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ്, ഒരു ജീവിത രീതിയാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും പലപ്പോഴും നമ്മെ ഭയപ്പെടുത്താം. പക്ഷെങ്കിൽ ഉടമ്പടിയിലൂടെ, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നാം വിശ്വസിക്കുന്നത് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. ഉടമ്പടിയുടെ ഹൃദയം അനുസരണമാണ്. അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്. പ്രാർത്ഥിക്കുക, വചനത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുമ്പോഴാണ് ദൈവം നമ്മെ നയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും നമ്മെ വിടാത്ത ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് അമ്മയുടെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ആ അനുഭവത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ, തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മീനു ജോർജിനും മകൾ മരിയയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കിയതിന് ആദ്യമേ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് സുധി എന്നാണ്. എൻ്റെ ഹസ്ബൻഡാണിത്, സജിത്ത്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ മകൾ ശിവഗംഗ കൃപ. ഞാനിവിടെ ആദ്യമായി വരുന്നതിന് വേണ്ടി ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ കാരണങ്ങളാൽ എനിക്ക് ഇങ്ങോട്ട് എത്തിപ്പെട്ടാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകുമ്പോഴെല്ലാം എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ആൾ തിരിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കടങ്ങളും ബാധ്യതകളും കാരണം ആൾ വിദേശത്ത് ജോലിക്ക് പോയി ഒരു വർഷമായപ്പോഴേക്കും പെട്ടെന്ന് പുള്ളിക്ക് വയറിനൊരു അസ്വസ്ഥത വന്നു. ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എൻഡോസ്കോപ്പ് ചെയ്യണം, സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ആൾ പോകുന്നത് വിദേശത്ത് ഒരു ദ്വീപിലാണ്. അവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നും അത്ര ഇതല്ല. അത് കാരണം ആൾ തിരിച്ച് നാട്ടിലേക്ക് വന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും എന്താണിത്, എന്തിനുള്ള കാരണം, ആളെ കണ്ടാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് സ്കാനും എൻഡോസ്കോപ്പി എല്ലാം ചെന്നപ്പോൾ അവിടെ ചെന്ന് കിട്ടിയ റിസൾട്ട് കേട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഒരു മനുഷ്യത്വപരമില്ലാത്ത രീതിയിൽ ഞങ്ങൾ മുഖത്തുനോക്കി അതും കൂടെ പറഞ്ഞപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയെന്ന് ഞങ്ങൾ തകർന്നു പോയി. സത്യത്തിൽ അതിൽ പറഞ്ഞ ചെറുകുടലിൽ ഒരു ചെറിയ തടുപ്പുണ്ട്. അതെന്താണ്, അതിനുള്ള കാരണമെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ബയോപ്സിക്കൊന്ന് വിടാം, ക്യാൻസറിൻ്റെ എങ്ങാനും തുടക്കമാണോ എന്നൊരു ഒരു തോന്നലുണ്ട് എന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞു. കാരണം ഒരു വയറുവേദനയായി ചെന്ന് ഞങ്ങളത് കേട്ടത് തകർന്നു പോയി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞെന്നാൽ ശരി, ബയോപ്സിക്ക് വിടാം, റിസൾട്ട് എന്താണെന്ന് അറിയില്ല. അതും കേട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഇത് എവിടെ പോകണം, ആരെ വിളിക്കണം, ആരാണ് ഒരു ആശ്രയം എന്നുള്ള ഒരു ചിന്തയും തോന്നലും എല്ലാം. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വെളുപ്പം കാലത്ത് അറിയില്ല ഇങ്ങോട്ടേക്ക് വരാൻ കൃപാസനം ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് പേര് വന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം സാക്ഷ്യം പറയുന്നതെല്ലാം മൊബൈലിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. പത്രവും എനിക്കിതിന് മുന്നേ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വരാൻ നോക്കിയിട്ട് സാധിച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ എന്തോ ഇവിടെ എത്തി താമസിച്ചാണ് ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് വന്ന് ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞിറങ്ങി. അപ്പോൾ ആദ്യമായിട്ട് വന്നതല്ല, ഈ റിസൾട്ടും കൊണ്ടാണ് വന്നപ്പോഴത്തേക്കിന് ജോസഫ് അച്ഛനെ ഒന്ന് കാണണം, അനുഗ്രഹിക്കുവാണെങ്കിൽ അസുഖങ്ങളൊന്നും വരില്ല, രക്ഷപ്പെടും എന്നൊക്കെ മനസ്സിലൊരു തോന്നൽ വന്നു. അപ്പോൾ അറിയില്ല. അപ്പോൾ ഇവിടെ കണ്ട ഒരു ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഓഫീസിലൊന്ന് കാണിച്ചു നോക്കുക, ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും. ആദ്യമായിട്ട് വന്നൊരു ഉടമ്പടി എടുത്ത ഒരാളിനെ ഒരിക്കലും കാണാൻ പറ്റില്ല, ഇവിടെ വരത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണെന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, ആ റിസൾട്ടിൻ്റെ ഒരു കോപ്പി എടുത്ത് ഓഫീസിലൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് കാണിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്ക് അപ്പോഴേക്കും ഒരു പച്ച ടോക്കൺ എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് ചെല്ല്, ഇപ്പോൾ ഫാദർ പോകും, അതിനു മുമ്പ് കണ്ട് അനുഗ്രഹം മേടിക്കാം, പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. വിശുദ്ധ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു, തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു ചെറിയ കാശുരൂപം കയ്യിൽ കൊടുത്ത് ഞാനിവിടെ നിന്ന് എനിക്കറിയില്ല, ഞാൻ ഈ നടയിൽ നിന്ന് കരയുമായിരുന്നു. കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുവാണ്. ഇത് എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ റിസൾട്ടിലാണ് ഞങ്ങളെ ജീവിതം ഇരിക്കുന്നത്. എന്താണ്, ഒരു കുഞ്ഞില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് നടന്ന് അലഞ്ഞ് കടവും ബാധ്യതകളും കയറിയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അത് അടുത്ത ഒരിത്, പിന്നെ ഞങ്ങൾക്ക് വേറൊരു ആശ്രയമില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഇതുപോലെ
അച്ഛനെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മുമ്പ് വന്നിട്ടുള്ള പുള്ളിയുടെ ഒരു ചേച്ചി പറഞ്ഞു അത് ആദ്യത്തെ സംഭവമാണല്ലോ, ആദ്യമായിട്ട് ഒരാൾ ഉടമ്പടി എടുത്ത ആളിന് ഇത് എങ്ങനെ സാധിച്ചു എന്നാ ചേച്ചി ഞങ്ങളോട് ചോദിച്ചത്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു തടുപ്പേ ഉള്ളൂ, അല്ലാതെ അതിൽ വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ആ റിസൾട്ടിൽ ഒരു കുഴപ്പവും ഇല്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറഞ്ഞു. ആൾ 1 മാസത്തേക്കാണ് വന്നത്. അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പോകില്ല, അല്ലെങ്കിൽ തിരിച്ചു പോകാമെന്ന്. ആ റിസൾട്ട് വന്ന് അത് അറിഞ്ഞതിന് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞ് ഉടമ്പടിക്ക് വേണ്ടുന്ന മെഴുതിരിയും എല്ലാം വാങ്ങി ഞാൻ പോയി. ഹസ്ബൻഡ് അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞ് പൈസ അയക്കുമ്പോൾ മാതാവിനെ വന്ന് കാണാം, ഇവിടെ വരെ വരണം. എൻ്റെ വീട് കൊല്ലം അഞ്ചലാണ്, അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരമാണ്, എന്നാലും സുഖമില്ലാത്ത അമ്മയായിട്ട് ഇവിടെ വരണം എന്നൊക്കെ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയ ആളാണ് ഞാൻ. എൻ്റെ ഉടമ്പടിയിൽ രണ്ടാമതായി ഞാൻ വെച്ചൊരു കാര്യം, ഞങ്ങൾക്കൊരു കുഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 3 വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഒരിക്കൽ ഞാനൊന്ന് പ്രഗ്നൻ്റായി. പക്ഷേ അത് 6 മാസമായപ്പോൾ ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു 5 വർഷം 6 വർഷം ആവാറായപ്പോഴത്തേക്കിനും പിന്നെ ഇനി പോവാൻ സാമ്പത്തികമില്ല. നമ്മളെ കേരളത്തിലെ ചികിത്സാ രീതിയും പൈസയുടെ ചിലവൊക്കെ അറിയാമല്ലോ. അപ്പം ലാസ്റ്റ് പറഞ്ഞു ഇനി നിങ്ങൾക്ക് IVF ചെയ്യാൻ പറ്റുള്ളൂ, ചെറിയ കുഴപ്പങ്ങൾ 2 പേർക്കും ഉണ്ട്, അതുകൊണ്ട് IVF ചെയ്താൽ മാത്രമേ കുഞ്ഞാവും. IVF ചെയ്യണം, അതിൻ്റെ തുടർന്ന് പിന്നെ ബെഡ് റെസ്റ്റ് ആയിരിക്കും, അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം. ഇതിനൊന്നുമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതാണ് അന്ന് ഗൾഫിൽ പോയത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. റിസൾട്ട് പറഞ്ഞ ആൾ 1 മാസമായപ്പം പോയി. 1 മാസം കഴിഞ്ഞ് ഉടമ്പടിയിലെ ചുരുക്കം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു. സമയ ചുരുക്കം അമ്മയുടെ 1.5 മാസമായി. ഞാൻ രാവിലെ 5 മണിക്ക് എണീച്ച് പ്രാർത്ഥിക്കുവാണ് അമ്മയോട്. അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി പ്രഗ്നൻ്റ് ആണോ അല്ലയോ. അങ്ങനെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് നോക്കി. അമ്മയും ഞാനും മാത്രമേ അറിഞ്ഞോളൂ ഇത്. അതെനിക്ക് വിശ്വസിക്കാനും പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് ആളത് വിശ്വസിക്കുന്നില്ല, ചുമ്മാതായിരിക്കും. ഒരു മെഡിസിനോ ഇത്രയും വർഷം മെഡിസിനും മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളും ഇഞ്ചക്ഷനുകളും എല്ലാം കയറി മടുത്ത് കടവും കയറി ഇരുന്ന ഞങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ സത്യത്തിൽ അറിയില്ല എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ അവിടെ അമ്മമാതിനോട് കരഞ്ഞ ഹസ്ബൻഡിനോട് വിളിച്ച ആ കാര്യം ഞാൻ പറഞ്ഞിട്ട് പുള്ളി വിശ്വസിക്കുന്നില്ല. നിനക്ക് തോന്നിയായിരിക്കും നീ ഹോസ്പിറ്റലിൽ പോയി നോക്ക്, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ആവത്തില്ല. ഞാൻ അല്ല, ഉടമ്പടിയിൽ വെച്ചതല്ലേ, ചിലപ്പോൾ അമ്മ പെട്ടെന്ന് ഉടമ്പടി എടുത്തിട്ട് 1 മാസമല്ലേ ആയുള്ളൂ, ചിലപ്പോൾ ആയിരിക്കത്തില്ല, നിനക്ക് തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി മാഡം സ്കാൻ ചെയ്തു, അമ്മനെ പ്രഗ്നൻസിയാണ്, യൂട്രസിൽ തന്നെയാണ്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെയും ഏജ് 30 ആയത് കാരണം പേടിയാണ്, കുഞ്ഞിന് വല്ല പ്രശ്നങ്ങളുള്ള കുഞ്ഞായിരിക്കുമോ, എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും, ഇനി ബെഡ് റെസ്റ്റ് ആയിരിക്കുമോ എന്ന്. എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി തൈലവും ഉപ്പും തേനും എനിക്കറിയില്ല അതെന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ രാവിലെയും വൈകുന്നേരം പ്രഗ്നൻസിയിലായിരിക്കുമ്പോൾ തന്നെയാണ് 3 മാസം എൻ്റെ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഉടമ്പടി പുതുക്കാൻ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്, ഇത്രയും ദൂരമായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പ്രഗ്നൻസിയിൽ 9 മാസവും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും രാവിലെ പ്രാർത്ഥിക്കുകയും തൈലം വയറ്റിൽ പുരട്ടുകയും ചെയ്യുമായിരുന്നു. 1 നുള്ളു ഉപ്പെങ്കിലും 1 ദിവസം കഴിക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല. എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മാസം തികഞ്ഞ് തന്നെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ തന്ന് അനുഗ്രഹിച്ചു. പിന്നീട് ഇന്ന് വരെ എൻ്റെ ഭർത്താവിന് ഈ ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഒന്നും വന്നില്ല. ആളിവിടെ നിൽപ്പുണ്ടല്ലോ, നല്ല ആരോഗ്യത്തോടുകൂടി തന്നെയാണ്. പിന്നെ ഇന്ന് വരെ ഒരു ആഹാരത്തിനോട് അത് കഴിക്കാനോ, സാധാരണ അന്ന് അങ്ങനെ വന്ന പുള്ളിക്ക് എരിവോ പുളിവോ ഉപ്പോ ഒന്നും കഴിക്കരുതെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന്. പക്ഷേ ആളെല്ലാം കഴിക്കും, ഒരു കുഴപ്പം വന്നില്ല. അവിടെ ഗൾഫിലാണെങ്കിൽ ഉപ്പും ഉടമ്പടി തൈലവും തേനും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞായി ഇപ്പോഴാണ് ഇവിടെ വരാൻ സാധിച്ചത്. കുഞ്ഞിനിപ്പോൾ 6.5 മാസമായി. എൻ്റെ കുഞ്ഞിനെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തന്നത് എൻ്റെ അമ്മ മാതാവ് തന്നെയാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി പത്രവിതരണം ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എനിക്കൊരു മടിയായിരുന്നു, കാരണം ഞാനൊരു ഹിന്ദുവാണ്. അപ്പം ഞാൻ ഈ പത്രം കൊണ്ട് വിതരണം ചെയ്യുമ്പോൾ ചിലർക്ക് വാങ്ങാനോ, ഹിന്ദുക്കളായ ആളുകൾ വാങ്ങാൻ മടിക്കുമായിരുന്നു. പക്ഷേ ക്രൈസ്തവരെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ അഞ്ചലെന്ന് പറയുമ്പോൾ ഇത്രയും ദൂരമായത് കാരണം ഇവിടം വരെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അന്ന് ഉടമ്പടിയിൽ ഇരിക്കെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണ്, 1.5 മാസമായി എനിക്ക് വയറുണ്ട്. അപ്പോൾ ചിലർ ഈ പത്രം വാങ്ങാൻ മടിച്ചിരുന്നപ്പോൾ ഞാൻ എൻ്റെ വയറ് തന്നെ കാണിച്ചു കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉടമ്പടി എടുത്ത് അമ്മയോട് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണിത്. അങ്ങനെയുള്ളപ്പോൾ ഈ പത്രം നിങ്ങൾക്കും വാങ്ങാം, നിങ്ങൾക്കും വിശ്വസിക്കാം, നിങ്ങൾക്കും അവിടെ പോയി പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ അന്നദാനത്തിന് അന്ന് ആ സമയത്ത് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അന്നദാനത്തിനുള്ള പൈസ ഇങ്ങനെ വയോജനങ്ങളായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ സംഭാവന പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ അന്ന് സാധിക്കുകയുള്ളായിരുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഡെയിലി ബ്രെഡ് രാവിലെയും വൈകുന്നേരവും കേൾക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു.
പിന്നെ വിശ്വാസ പ്രമാണം എനിക്ക് എപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും ഞാൻ അത് എപ്പോഴും എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. പിന്നീട് ആയപ്പോൾ അത് കാണാപ്പാടമായി മാറുകയും ചെയ്തു. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. ഉടമ്പടി ഒരു പുതുജീവനിലേക്കുള്ള ഒരു വിളിയാണ്. ദൈവകൃപയുടെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ശരത്കാല വൃഷ്ടി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പലപ്പോഴും നാം ജീവിതത്തിൽ വരണ്ട നാളുകളിലൂടെ, അതായത് വരൾച്ചയുടെ നാളുകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. കുടുംബ പ്രശ്നങ്ങളാവാം, കുഞ്ഞില്ലായ്മയാവാം, ജോലി ഇല്ലായ്മയാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ എന്തു തന്നെ ആയാലും ഉടമ്പടി നമ്മെ ഓരോരുത്തരെയും വിശ്വാസ ജീവിതത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. വിശുദ്ധിയിലേക്കുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്കുള്ള വാതിലാണ് ഉടമ്പടി ജീവിതം നമുക്ക് തുറന്നു നൽകുന്നത്. ഉടമ്പടിയിൽ ജീവിതത്തിൻ്റെ വരണ്ട ഭൂമിയിൽ അനുഗ്രഹത്തിൻ്റെ നിലമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. നിരാശയിൽ പ്രത്യാശയും, രോഗാവസ്ഥയിൽ സൗഖ്യവും, ഒന്നുമില്ലായ്മയിൽ നമ്മുടെ കുറവുകളിൽ നിറവാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നാം കണ്ടുമുട്ടുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് സുധി, സജിത്തും കുടുംബവും നമ്മളോട് പങ്കുവച്ചത്. ഹസ്ബൻഡിന് രോഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്ട്രൈറ്റ് അവേ ഡോക്ടർ പറഞ്ഞത് ചെറുകുടലിലെ തടിപ്പ് ഒരുപക്ഷെ എന്തെങ്കിലും രോഗമായിരിക്കാം. അത് കേട്ടപ്പോൾ തന്നെ ഈ കുടുംബം തകർന്നു പോയി. സ്കാൻഡ്, എൻഡോസ്കോപ്പിയുടെ കോപ്പിയുമൊക്കെ ആയിട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. റിസൾട്ടിൽ ഒന്നും കാണരുതെന്നും നല്ലതായിരിക്കണമെന്നുമാണ് കണ്ണീരോടെ പ്രാർത്ഥിച്ചത്. വന്നപാടെ മരിയൻ ഉടമ്പടി എടുത്തു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എങ്ങനെയോ ഇവർക്ക് വന്നപ്പോൾ തന്നെ അച്ഛനെ കാണാനുള്ള ഒരു അവസരം ലഭിച്ചു. അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അച്ഛൻ സൈത്തും നൽകി പ്രാർത്ഥിച്ചു. അതിനുശേഷം മടങ്ങിപ്പോയി. എന്നും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പവുമില്ല. അതിന് നന്ദി പറയുന്നു. പിന്നീടാണ് 7 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ലായിരുന്നു. ഹസ്ബൻഡിൻ്റെ രോഗാവസ്ഥയിൽ തകർന്നുപോയ നിമിഷത്തിൽ കുഞ്ഞുമില്ല. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. കടം മാത്രം ബാക്കി. പക്ഷെങ്കിൽ ഒരു ഫലവുമില്ല. പല ട്രീറ്റ്മെൻറ്റിലും നല്ല എക്സ്പെൻസീവ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതിനെല്ലാം പണം മുടക്കി. ഒരു പ്രാവശ്യം കുഞ്ഞ് അബോർഷനുമായി. പിന്നീട് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് വീണ്ടും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഉടമ്പടി എടുത്ത് 1.5 മാസത്തിനുള്ളിൽ ഈ മകള് പ്രഗ്നൻ്റ് പോസിറ്റീവായിട്ട് റിസൾട്ട് കണ്ടു. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. 8 വർഷവും 10 വർഷവും 7 വർഷവും ഒന്നും അമ്മയ്ക്ക് കുഴപ്പമില്ല. കാരണം കാനായിലെ വിവാഹ വിരുന്നിലെ കുടുംബത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞാണ്, അവരുടെ ആവശ്യവുമായിട്ടാണ് പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് ഈശോയുടെ അടുക്കൽ പോയത്. അവർക്ക് വീഞ്ഞില്ല. നമ്മുടെ ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ടാണ് അമ്മ ഈശോയുടെ അടുക്കൽ പോയത്. ഈശോ അന്നേരം പറഞ്ഞത് എൻ്റെ സമയമായിട്ടില്ല എന്നാണ്. അപ്പോൾ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്. സമയമാകാത്ത സമയം ആക്കിയത് അമ്മയാണ്. അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവൻ പറയുന്നത് ചെയ്യുമ്പോഴാണ് ആ സമയമാകാത്ത സമയമാക്കി തരുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മക്കളുടെ ജീവിതത്തിലും 7 വർഷമായിട്ട് കുഞ്ഞില്ലായിരുന്നു. പ്രാർത്ഥിച്ച് വിശ്വസിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് വെറും 1.5 മാസം കൊണ്ട് ഒരു മരുന്നും കൂടാതെയാണ് ഈ മകൾ നാച്ചുറലായിട്ട് പ്രഗ്നൻ്റ് ആയത്. ഇവിടെയും ഈശോയുടെ മമ്മിയുടെ ഒരു വലിയ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ 7 വർഷത്തിനുള്ളിൽ ഈ മകള് പ്രഗ്നൻ്റ് ആകാമായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ കൃപയാലാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഈ മകൾക്ക് ഈ കൃപ ലഭിച്ചത്, ഈ അനുഗ്രഹം ലഭിച്ചത്. ഈ കുഞ്ഞിനെ നൽകി. ശിവഗംഗ കൃപ എന്ന മകളെ നൽകി.
ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അവിടെയെല്ലാം ഈശോയുടെ ഒരു കൃപ വന്നപ്പോഴാണ് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി IVF-ന് പോകണമെന്നായിരുന്നു ലാസ്റ്റ് ഡോക്ടർ നൽകിയ സജഷൻ. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതകളും കാരണം IVF-ന് പോയില്ല. പിന്നീട് ഉടമ്പടി തൈലം മാത്രമാണ് കയ്യിലുള്ളത്. എന്നും വയറ്റിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച ഫലമായിട്ടാണ് ഇന്ന് ശിവഗംഗാ കൃപയുമായിട്ട് അമ്മയുടെ സന്നിധിയിലെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഈ കുടുംബം വന്നിരിക്കുന്നത്. ഇത്രയും നല്ല അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.